തർക്കം പഠിച്ചുകൊണ്ട് പറഞ്ഞേ പഠിച്ചു എങ്കിൽ ചോദ്യം ഇതാണ് ദ ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ നോർമൽ ആയിട്ടുള്ള ഹെഡിന്റെ സർക്കംഫറൻസ് എത്രയാ നോർമൽ ഹെഡ് എത്രയാ ഹെഡ് എത്രയാ ഹെഡ് എത്രയാ ഹെഡ് എത്രയാ 35 സെന്റിമീറ്റർ അല്ലേ 33 തൊട്ട് 35 സെന്റിമീറ്റർ ആണ് ചെസ്റ്റ് എത്രയാ നോർമൽ ചെസ്റ്റ് എത്രയാ നോർമൽ ചെസ്റ്റ് എത്രയാ നോർമൽ ചെസ്റ്റ് എത്രയാ 32 33 ആണോ ആദ്യത്തെ ഇത് 3 മാസം അവിടെ എത്ര കൊടുക്കും ആദ്യത്തെ 3 മാസം വെച്ച് എത്ര വെച്ച് കൊടുക്കും എത്ര വെച്ച് കൊടുക്കും 2 അത് ഹെഡാണോ ചെസ്റ്റ് ആണോ അത് ഹെഡാണോ ചെസ്റ്റ് ആണോ ആദ്യത്തെ 3 മാസം 2 സെന്റിമീറ്റർ കൂടുന്നത് ഹെഡാണോ ചെസ്റ്റ് ആണോ ഹെഡ് ഹെഡല്ലേ 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 ആൻഡ് 4 to 6 months കൂടും 4 to 6 months എത്ര സെന്റിമീറ്റർ വെച്ച് ഹെഡ് കൂടും 4 to 6 months 1 സെന്റിമീറ്റർ കൂടല്ലേ 6 മുതൽ 12 മാസം ആണെങ്കിലോ 6 മുതൽ 12 മാസം ആണെങ്കിലോ 0.5 സെന്റിമീറ്റർ വെച്ച് ഹെഡ് കൂടും അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 3-ാമത്തെ മാസം ഹെഡിന്റെ സർക്കംഫറൻസ് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യമാണ് ഹെഡിന്റെ സർക്കംഫറൻസ് ഫസ്റ്റ് 3 മാസം എത്രയാ ഹെഡിന്റെ സർക്കംഫറൻസ് ഫസ്റ്റ് 3 എത്രയാ 40 സെന്റിമീറ്റർ 6 മാസമാണെങ്കിലോ 42 സെന്റിമീറ്റർ ഒരു വയസ്സാണെങ്കിലോ 45 സെന്റിമീറ്റർ അല്ലേ 2 വയസ്സാണെങ്കിലോ 48 സെന്റിമീറ്റർ വരെ അതെല്ലാം കഴിഞ്ഞ ദിവസം പഠിച്ചു ഹെഡും ചെസ്റ്റും ഈക്വൽ ആകുന്നപ്പോഴാ ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്നപ്പോഴാ 1 വയസ്സിലാണോ 45 സെന്റിമീറ്റർ കൂടി ചേർന്ന് 1 വയസ്സിലാണോ ഇതാണ് എല്ലാ എക്സാമിനും കേരള PSC എക്സാം ചോദിക്കുക എല്ലാ എക്സാമിനും കേരള PSC എക്സാം ചോദ്യം ഇതാണ് ദ ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്നപ്പോഴാ ഹെഡും ചെസ്റ്റും ഈക്വൽ ആവുന്നപ്പോഴാ 1 വയസ്സിലാണോ 2 വയസ്സിലാണോ 5 വയസ്സിലാണോ അതോ 1 വയസ്സിലാണോ ഹെഡും ചെസ്റ്റ് എപ്പോഴാ 1 വയസ്സിലല്ലേ ആ ചോദ്യം ഒരിക്കലും മറക്കരുത് അപ്പൊ ലാസ്റ്റ് എവിടെ സ്റ്റോപ്പ് ചെയ്ത് ലാസ്റ്റ് സ്റ്റോപ്പ് ഇവിടെ ഇത് മിഡ് ആം സർക്കംഫറൻസ് അല്ലേ ദ മിഡ് ആം സർക്കംഫറൻസ് അല്ലേ മിഡ് ആം സർക്കംഫറൻസ് അല്ലേ 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 അറിയാം എനിക്ക് വേണമെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല ടുമോറോ പഠിപ്പി പറയല്ലോ നിങ്ങൾ തന്നെ ആലോചിക്കുക എനിക്ക് വേണമെങ്കിൽ ഇന്ന് ക്ലാസ് ഇല്ല ടുമോറോ പഠിപ്പിക്കാമെന്ന് പറയാമല്ലോ പറയാമോ പറയാമോ ഒറ്റ വാക്ക് മതി ടുമോറോ മതി നന്ന് വേണ്ട നാളെ മതി എന്ന് പറയാമല്ലോ ഞാൻ പറയില്ല അങ്ങനെ ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഞാൻ അത്രയും ആത്മാർത്ഥ പഠിപ്പിക്കുകയാണ് അത് പഠിക്കുക കുഞ്ഞ് അതുപോലെ പഠിക്കുക ജോലി ഉറപ്പായി കിട്ടും കേട്ടോ സോ എക്സാമിൽ ചോദിക്കും ദ മിഡ് ആം സർക്കംഫറൻസ് എക്സാമിൽ ചോദ്യം കാരണം ദ ഹെഡും ചെസ്റ്റും പഠിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാരടുത്ത് എപ്പോഴും ദ മിഡ് ആം സർക്കംഫറൻസ് ചോദിക്കും എന്താണ് ദ മിഡ് ആം സർക്കംഫറൻസ് എപ്പോഴും നിങ്ങൾ എല്ലാവരും ഹെഡും ചെസ്റ്റും പഠിക്കും ശരിയല്ലേ ഹെഡും ചെസ്റ്റും പഠിച്ചുകൊണ്ട് പക്ഷേ ദ മിഡ് ആം മിസ് ചെയ്യും പഠിക്കില്ല ചോദ്യം ചോദിക്കില്ല എന്ന് കരുതിക്കൊണ്ട് തന്നെ മിഡ് ആം പഠിക്കില്ല ഹെഡും ചെസ്റ്റും പഠിക്കും പക്ഷേ ദ മിഡ് ആം പഠിക്കില്ല എന്താണ് ദ മിഡ് ആം സർക്കംഫറൻസ് ഇത് മെഷർമെന്റ് ഓഫ് എന്തിന്റെയാ ദ മെഷർമെന്റ് ഓഫ് എന്തിന്റെയാ മെഷർമെന്റ് ഓഫ് എന്തിന്റെ അതാ അവിടെ അസ്ഥത എന്തിന്റെ മെഷർമെന്റാ പിക്ചർ കാണാം എന്തിന്റെ മെഷർമെന്റാ ഹാൻഡ് എന്നറിയാം അത് ഹാൻഡ് എന്ന് പറയുമ്പോൾ അത് എവിടെ തൊട്ട് ഇത് വരിക ഹാൻഡ് എന്ന് പറയുമ്പോൾ എവിടെ തൊട്ട് ഇത് വരിക is a midpoint between
The midpoint between the midpoint between acromion process തൊട്ട് ഷോൾഡറിലെ acromion process തൊട്ട് ഒളിക്രോണിയം പ്രോസസ് വരെയാണോ? ഒളിക്രോണിയം പ്രോസസ് വരെയാണോ? ആണോ? അക്രോമിയം പ്രോസസ് തൊട്ട് ഒളിക്രോണിയം പ്രോസസ് വരെയാണോ? ആണോ? ദ മിഡ് ആൻഡ് സർക്കംഫറൻസ് നോക്കുന്നത് ഏത് തൊട്ട് വരിക? അതാ ചോദ്യം. കേരള PSC എക്സാമിന്റെ പ്രീവിയസ് ചോദ്യം ഇതാണ്. ദ മിഡ് ആൻഡ് സർക്കംഫറൻസ് നോക്കുന്നത് ഏത് തൊട്ട് വരിക? അക്രോമിയം തൊട്ട് ഒളിക്രോമിയം പ്രോസസ് വരെ അല്ലേ? 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 ഇവിടെ നിന്ന് എപ്പോഴും 2 3 ചോദ്യം വയ്ക്കും. ഈ ഒരു പിക്ചർ കണ്ടപ്പോ തന്നെ അത് ഫസ്റ്റ് ചോദ്യം നിങ്ങൾക്ക് അറിയാം. ഈ ഒരു പിക്ചർ കണ്ടപ്പോ തന്നെ ഫസ്റ്റ് ചോദ്യം അറിയാം ഏത് തൊട്ട് ഏത് വരെയാ. സെക്കൻഡ് ചോദ്യം അവിടെ ഉപയോഗിക്കുന്ന ടേപ്പിന്റെ പേര്. ശരിയല്ലേ? കണ്ടു കാണുമല്ലോ, കേട്ട് കാണുമല്ലോ. ഫസ്റ്റ് ചോദ്യം അത് ഏത് തൊട്ട് വരെയാ. ഫസ്റ്റ് പഠിക്കേണ്ട കാര്യം ദ മിഡ് ആം സർക്കംഫറൻസ് നോക്കുന്നത് ഏത് തൊട്ട് ഏത് വരെയാ? അക്രോണിയം പ്രോസസ് തൊട്ട് ഒളിക്രോണിയം പ്രോസസ് വരെയല്ലേ? ശരിയല്ലേ? ശരിയല്ലേ? പണ്ട് പോക്കാട്ടിൽ പണ്ട് കോളേജ് യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സമയത്ത് ഞാനത് എവിടെ പറഞ്ഞു? ഇന്ന് രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞു, ഉച്ചയ്ക്ക് പറഞ്ഞു, ഈവനിങ് പറഞ്ഞു, രാത്രിയും പറയാണ്. പണ്ട് കോളേജ് യൂണിവേഴ്സിറ്റി പഠിച്ച സമയത്ത് പോക്കറ്റിനകത്ത് ടേപ്പ് ഉണ്ടായിരുന്നു. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ പോക്കറ്റിനകത്ത് ടേപ്പ് ഉണ്ടായിരുന്നോ? പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്ത് പോക്കറ്റിനകത്ത് ഒരു പച്ച ഉണ്ടായിരുന്നല്ലോ, പച്ച ടേപ്പ് ഉണ്ടായിരുന്നു. അതിന്റെ പേരെന്താ? അതല്ലേ നമ്മൾ ഇതെന്ത് ഷക്കി ടേപ്പ് പറയുന്നത്? ശരിയല്ലേ? ഷക്കി ടേപ്പ് അതല്ലേ? ഷക്കി ടേപ്പ് ആർട്ടിക്കിൾസിനകത്ത് പോക്കറ്റിനകത്ത് ഉണ്ടായിരുന്നോടെ? എവിടെ ആർട്ടിക്കിൾ ഉണ്ടോ? ബിസ്ക്കറ്റ് മിച്ചറൊക്കെ ഉണ്ടായിരുന്നോ? ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇന്ന് പോക്കറ്റിനകത്ത് ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഉണ്ടായിരുന്നോ? അതൊക്കെ ഓർമ്മിക്കാൻ പറ്റുമോ? അതൊക്കെ ഓർമ്മിക്കാൻ പറ്റുമോ? പണ്ട് കോളേജ് പഠിക്കുമ്പോ ഓർമ്മയുണ്ടോ? ആർക്കെങ്കിലും മെമ്മറീസ്, ദ സ്വീറ്റ് മെമ്മറീസ് ഓർമ്മയുണ്ടെങ്കിലും ആ പോക്കറ്റിനകത്ത് ചോക്ലേറ്റ്, ബിസ്ക്കറ്റ്, മിച്ചറ്, വട, അത് ഇത് ഓർമ്മയുണ്ടെങ്കിലും ഓർമ്മയുണ്ടോ? പണ്ട് കോളേജ് പഠിക്കുമ്പോ പോക്കറ്റിനകത്ത് അത് ഇത് പരിപ്പുവട, ഉള്ളിവട, ചിപ്പ്, ഇത് ഹെയർ ക്ലിപ്പ്, പിന്നെ മേക്കപ്പ് ക്രീംസ്. അപ്പോഴൊന്നും ക്രീംസ് ഒന്നുമില്ലല്ലോ ഇവിടെ. അപ്പോഴൊന്നും അതേ പറഞ്ഞ ക്രീംസ് ഒന്നുമില്ലല്ലോ, ഓൺലി ഫെയർ ലവ്ലി അല്ലേ? അപ്പോഴൊക്കെ വെറും ഫെയർ ലവ്ലി ഉള്ളൂ. ശരിയല്ലേ? അപ്പോഴൊക്കെ വെറും ഫെയർ ലവ്ലി ഉള്ളൂ. ആണോ അല്ലേ? ശരി പറയും. അപ്പോഴൊക്കെ വെറും ഫെയർ ലവ്ലി ഉള്ളൂ, വേറെ ഒന്നുമില്ല. മിക്സ്, ഫെയർ ലവ്ലി വാടി ആരെ കാണിക്കാൻ? വാടി തേക്ക്. ആരെക്കൊണ്ടോ ആരെങ്കിലും സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടോ ഫെയർ ലവ്ലി പോക്കറ്റിനകത്ത്? എക്സാമിന് ചോദ്യം അതല്ല. എക്സാമ്പിൾ ചോദിതാണ് ചെസ്സിന്റെ സർക്കംഫറൻസ് എത്രയാ? നോർമൽ ചെസ്സിന്റെ സർക്കംഫറൻസ് എത്രയാ? ഞാൻ വളരെ പഠിപ്പിക്കുന്ന ക്ലാസ്സാണ്. നോർമൽ ചെസ്റ്റിന്റെ സർക്കംഫറൻസ് എത്രയാ? ചോദ്യം വരും. അറ്റ് ബർത്തിൽ നോർമൽ ആണെങ്കിൽ 30 33 വരെ. അതുപോലെ ചോദിക്കും നോർമൽ ഹെഡിന്റെ സർക്കംഫറൻസ് ചോദിക്കും. അതും ചോദ്യമാണ്. നോർമൽ ഹെഡിന്റെ എത്രയാണ്? 33. എത്ര സെന്റിമീറ്റർ കൂടില്ല? എത്ര സെന്റിമീറ്റർ കൂടില്ല? ഒരു 3 അല്ലേ? 3 കൂടില്ല. 3
വീണ്ടും ചോദ്യം വരും, ഹെഡിന്റെയും ചെസ്റ്റിന്റെയും സർക്കംഫറൻസ് ഈക്വൽ ആകപ്പോഴാ, ഹെഡിന്റെയും ചെസ്റ്റിന്റെയും സർക്കംഫറൻസ് ഈക്വൽ ആകപ്പോഴാ ഒരു വയസ്സല്ലേ. പഠിച്ചു, എല്ലാം പഠിച്ചു. ഇനി ദ മിഡ് ആം സർക്കംഫറൻസ് നോക്കുന്നത് ഏതൊട്ട് ഏതുവരെയാ? മിഡ് ആം സർക്കംഫറൻസ് നോക്കുന്നത് ഏതൊട്ട് ഏതുവരെയാ? ഏതുവരെ? അക്രോമിൻ തൊട്ട് ഒളിക്രോം വരെയല്ലേ? അക്രോമിൻ തൊട്ട് ഒളിക്രോം നോക്കുന്ന മിഡ് ആം സർക്കംഫറൻസ് ആണ്, മറക്കരുത്. അവിടെ യൂസ് ചെയ്യുന്ന ടേപ്പിന്റെ പേരെന്താ? അവിടെ അക്രോമിയൻ തൊട്ട് ഒളിക്രോം പ്രോസസ് വരെ നമ്മൾ മെഷർ ചെയ്യുന്ന ടേപ്പിന്റെ പേരെന്താ? അക്രോമിയൻ തൊട്ട് ഒളിക്രോം പ്രോസസ് വരെ നമ്മൾ മെഷർ ചെയ്യുന്ന ടേപ്പിന്റെ പേര് ഷക്കീർ ടേപ്പ് അല്ലേ? ഷക്കീർ ടേപ്പ്. അവിടെ വീണ്ടും ചോദ്യം വരും. ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ലാസ്റ്റ് കറണ്ട് പോയപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്ത്, കറണ്ട് പോയപ്പോൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്തു അല്ലേ? ശേഷം അറിയാമോ? ശേഷം അപ്പുറത്തുള്ള ഇലക്ട്രീഷ്യനെ വിളിച്ച് എന്താണ് ആ പറഞ്ഞ ഫീസ് പോയത് വീണ്ടും പഴയ വയറെടുത്ത് അന്ന് കെട്ടി വീണ്ടും വന്ന് ഈ രാത്രി ഇന്നലെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ അത്രയും ആത്മാർത്ഥത പറയുന്നല്ലേ? ശരിയല്ലേ? കറണ്ട് പോയി, താഴെ പോയി, ഇലക്ട്രീഷ്യനെ വിളിച്ച് വീണ്ടും ആ പോയ ഫീസിനെ കെട്ടി അപ്പുറം ഓറിനെ കടിച്ച് വലിച്ച് വീണ്ടും പഴയ ഓറില്ലേ, വീണ്ടും പഴയ ഓറെടുത്ത് വലിച്ച് പൊട്ടിച്ച് അഴിച്ചു നോക്കുക. പഴയ ഓർ കണ്ടുപിടിച്ച് അതിനെ കടിച്ച് വലിച്ച് പൊട്ടിച്ച് കട്ടിയെടുത്ത് അത് കെട്ടി വെക്കുക. ഫീസ് അറിയാൻ പറഞ്ഞില്ലേ? ഇപ്പൊ ഫീസ് കെട്ട് അറിയാൻ പറഞ്ഞില്ലേ? ഫീസ് കെട്ടുക പ്രോസസ് അറിയാൻ പറഞ്ഞില്ല? എനിക്ക് പേടി അറിയാലോ, അറിഞ്ഞല്ലേ? ഫ്യൂച്ചർ പഠിക്കപ്പെടും കേട്ടോ. കോപ്പർ വയർ കട്ടിയെടുത്ത് കെട്ടിവെക്കുക. സോ ദ മിഡ് ആം സർക്കംഫറൻസ് നോക്കുന്നത് എന്ത് ടേപ്പ് വെച്ച? ദ മിഡ് ആം സർക്കംഫറൻസ് നോക്കുന്നത് എന്ത് ടേപ്പ് വെച്ച? ചോദ്യം ഷക്കീർ ടേപ്പ് അല്ലേ? ഷക്കീർ ടേപ്പ് എന്ന് പറയുമ്പോൾ വീണ്ടും ചോദ്യം വരും, ഷക്കീർ ടേപ്പിന് എത്ര കളർ കോഡ് ഉണ്ട്? ഷക്കീർ ടേപ്പിന് എത്ര കളർ കോഡ് അല്ലെങ്കിൽ എത്ര ഇൻഡിക്കേഷൻസ് ഉണ്ട്? ഷക്കീർ ടേപ്പിന് എത്ര കളർ കോഡ് അല്ലെങ്കിൽ എത്ര ഇൻഡിക്കേഷൻസ് ഉണ്ട്? 3 ഉണ്ടല്ലേ? 3 ഏതൊക്കെയാ? ഗ്രീൻ, യെല്ലോ, റെഡ് അല്ലേ? ഇത് ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ഷക്കീർ ടേപ്പിന് 3 കളർ കോഡ്സ് എപ്പോഴും ഉള്ളത്, അല്ലെങ്കിൽ 3 ഇൻഡിക്കേഷൻസ് ആണ് എപ്പോഴും ഉള്ളത്. ഗ്രീൻ ഉണ്ട്, യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്. ചോദ്യം വരും, ഇവിടെയാണ് ചോദ്യം. ഗ്രീൻ എന്ന് പറയുമ്പോൾ എത്ര ഏതുവരെയാ? എത്ര തൊട്ട് ഏതുവരെയാ? ഗ്രീൻ എന്ന് പറയുമ്പോൾ എത്ര പ്രായം മുതൽ എത്ര വരെ? അതായത് സെന്റിമീറ്റർ നോർമൽ എത്രയാ? 13. നോർമൽ എന്ന് പറയുമ്പോൾ 13.5 സെന്റിമീറ്റർ അല്ലേ? ഗ്രീൻ സർക്കംഫറൻസ് എന്ന് പറയുമ്പോൾ 13.5 സെന്റിമീറ്റർ നോർമലി. എപ്പോഴും നമ്മൾ നോക്കുമ്പോൾ നോർമൽ എന്ന് പറയണമെങ്കിൽ 13.5 സെന്റിമീറ്റർ. ഇതാണ് കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നോർമൽ ന്യൂട്രീഷൻ എത്രയാ? ചോദ്യം പക്ഷെ ഇതായിരുന്നു, നോർമൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ് സർക്കംഫറൻസ്? നോർമൽ ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ് സർക്കംഫറൻസ്? 13.5 അല്ലേ? 13.5. അവിടെ വീണ്ടും ചോദ്യമുണ്ട്. 13.5 എന്ന് പറയുമ്പോൾ എന്ത് കളർ കോഡ് കൊണ്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? 13.5 എന്ന് പറയുമ്പോൾ എന്ത് കളർ കോഡ് കൊണ്ടാണ് നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഗ്രീൻ അല്ലേ? ഗ്രീൻ കളർ അല്ലേ? ഗ്രീൻ എപ്പോഴും നോർമൽ 13.5 ആണ്. എന്ത് കളറാ? ഗ്രീൻ. മാർക്ക് ചോദ്യം കേട്ടോ. നോർമൽ ആണ്. നോർമൽ എപ്പോഴും ഗ്രീൻ ആണ്. 13.5 സെന്റിമീറ്റർ. അടുത്തത് ഒരു 12.5 തൊട്ട് 13.5 എന്ന് പറയുമ്പോൾ നോർമൽ ആണോ?
ഒരു 12.5 തൊട്ട് 13.5 എന്ന് പറയുമ്പോൾ നോർമൽ അല്ല. എന്തായിരിക്കും? മോഡറേറ്റ് ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കളർ എന്താണ്? അതാ ചോദ്യം. മോഡറേറ്റ് ന്യൂട്രീഷനെ കൊണ്ട് ഇൻഡിക്കേറ്റ് കളർ എന്താ? യെല്ലോ കളർ എപ്പോഴും മോഡറേറ്റ് ന്യൂട്രീഷനെ ഇൻഡിക്കേറ്റ് കളർ കോഡ് എന്താ? യെല്ലോ ആണ്. എത്ര റേഞ്ച് എത്രയാ? 12.5 തൊട്ട് 13.5. 12.5 തൊട്ട് 13.5 ആണെങ്കിൽ എന്താ? യെല്ലോ ആണ്. മോഡറേറ്റ് ന്യൂട്രീഷൻ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഈ റെഡ് ആണ് എന്തായിരിക്കും? റെഡ് ആണെങ്കിൽ ലെസ് ദാൻ 12.5 അല്ലേ? സിവിയർ മാൽന്യൂട്രീഷൻ ആണെങ്കിൽ റെഡ് കളർ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യാം. എത്രയാ? 12.5 തൊട്ടാണ്. മറക്കരുത്. സോ ഷക്കി ടേപ്പ് വെച്ച് ഒരു 12.5 തൊട്ട് 13.5 കിട്ടിയാൽ അത് എന്ത് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഷക്കി ടേപ്പ് ഉപയോഗിച്ച് 12.5 തൊട്ട് 13.5 കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കളർ ഇൻഡിക്കേറ്റ് ചെയ്തു? യെല്ലോ. അത് എന്ത് ന്യൂട്രീഷനാണ്? നോർമൽ ആണോ, സിവിയർ ആണോ, മോഡറേറ്റ് ആണോ? മോഡറേറ്റ് ന്യൂട്രീഷൻ. ഇനി ഇതേ ഷക്കി ടേപ്പ് വെച്ച് റെഡ് കളർ കിട്ടിയാൽ എന്ത് ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു? ഷക്കി ടേപ്പ് ഉപയോഗിച്ച് റെഡ് കിട്ടിയാൽ സിവിയർ മാൽ ന്യൂട്രീഷൻ ഇൻഡിക്കേറ്റ്. മറക്കരുതേ. യെസ്, ഇത് കിട്ടിയോ? എല്ലാം പറ. കിട്ടിയോ? യെസ്, കിട്ടി. എന്താ പഠിക്കുക? പീഡിയാട്രിക് ഇല്ലേ? പീഡിയാട്രിക്സ് അല്ലേ? ആദ്യം ഇത് പഠിച്ചു. ഇത് ഹെഡ് പഠിച്ചോ? ഹെഡ് പഠിച്ചു. പിന്നെ പഠിച്ചു. ഇത് ചെസ് ഒക്കെ പഠിച്ചു. ചെസ്സിന്റെ സർക്കംഫറൻസ് ചെസ് പഠിച്ചു. ശേഷം ദ മിഡ് ആം പഠിച്ചു. വെയിറ്റ്, ഹൈറ്റ് പഠിച്ചല്ലോ. ശേഷം ഇനി പഠിക്കാൻ പോകുന്ന കാര്യം സ്കിൻ ഫോൾഡ് തിക്നെസ് ആണ്. സ്കിൻ ഫോൾഡ് തിക്നെസ് അറിയാമെങ്കിൽ എന്താ സ്കിൻ ഫോൾഡ് തിക്നെസ്? അറിയാമോ? എന്താണ് സ്കിൻ ഫോൾഡ് തിക്നെസ്? ഇതായിരിക്കും സ്കിൻ ഫോൾഡ് തിക്നെസ്. എന്ത് യൂസ് ഉപയോഗിക്കും? സ്കിൻ ഫോൾഡ് തിക്നെസ് എന്ത് മെഷർ യൂസ് ചെയ്യുന്നത്? പണ്ട് ഇപ്പൊ ഇനി കുട്ടിക്കാലത്ത് നിങ്ങൾ സ്കിന്നിന്റെ ഫോൾഡ് തിക്നെസ് എന്ത് മെഷർ യൂസ് ചെയ്യുന്നത്? പണ്ട് സ്കിന്നിന്റെ ഫോൾഡിന്റെ തിക്നെസ് എന്ത് മെഷർ യൂസ് ചെയ്യും? പറയുക. ഫാറ്റ് ആണോ? സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ആണോ? സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ആണോ? ഇപ്പോഴോ എപ്പോഴെങ്കിലും കുട്ടിക്കാലത്തോ നോക്കുക, ആ സ്കിന്ന് ഒന്ന് മടക്കി പിടിക്കുമ്പോൾ എത്രത്തോളം സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണോ? സ്കിന്നൊന്ന് മടക്കി പിടിക്കുമ്പോൾ എത്രത്തോളം സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണോ? സ്കിന്ന് ഒന്ന് മടക്കി പിടിക്കുമ്പോൾ എത്രത്തോളം സബ്ക്യൂട്ടീനിയസ് ഫാറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മെഷർ ചെയ്യാൻ വേണ്ടിയാണോ നമ്മൾ സ്കിൻ ഫോൾഡ് തിക്നെസ് യൂസ് ചെയ്തത്? സ്കിന്നൊന്ന് മടക്കി പിടിക്കുമ്പോൾ, കയ്യിലെയോ തോളിലെയോ സ്കിന്നൊന്ന് മടക്കി പിടിക്കുമ്പോൾ എത്രത്തോളം ഫാറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എപ്പോഴും സബ്ക്യൂട്ടീനിയസ് ഫോൾഡ് തിക്നെസ് ഒക്കെ ആണോ? അപ്പൊ കുഞ്ഞുങ്ങളുടെ കൈ നോക്കിയാൽ മതി. കുഞ്ഞുങ്ങളുടെ കയ്യിലെ ആ ഫാറ്റ് ഇല്ലേ, ഒന്ന് മടക്കി പിടിച്ചറിയാൻ പറ്റും. നോക്കരുതേ, വേദനിക്കും കേട്ടോ. നോക്കരുതേ, ആരും നോക്കും. അത് വേദനിക്കും കേട്ടോ. നോക്കരുത് കേട്ടോ. പക്ഷെ നാം പഠിക്കേണ്ട കാര്യം, ഈ പറഞ്ഞ സബ്ക്യൂട്ടീനിയസ് ഫാറ്റില്ലേ, അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? അതാ ചോദ്യം. ഇങ്ങനെയില്ലേ,
ഈ പറഞ്ഞ സ്കിന്ന് സബ്ക്യൂട്ടൻസ് ഫാറ്റില്ലേ, അത് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേര് എപ്പോഴും ചോദിക്കും. അതാ ചോദ്യം. എന്താ അറിയാം എക്സാമിന് സ്കിൻ ഫോൾഡ് തിക്നെസ്, സ്കിൻ ഫോൾഡിന്റെ തിക്നെസ് അല്ലെങ്കിൽ മെഷർമെന്റ് യൂസ് ചെയ്യാൻ അറിയാനുള്ള ഇൻസ്ട്രുമെന്റ് പേരെന്താ? അതാ ചോദ്യം. ഇത് വെറുതെ ചോദിക്കില്ല. ചോദിച്ചാൽ എക്സാം ടഫ് ആണെങ്കിൽ മാത്രം ചോദിക്കും. സ്കിൻ ഫോൾഡ് മെഷർ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? അറിയാമെങ്കിലും അറിയാമോ? സ്ക്രീൻ കണ്ടുകൂടെ? വായിച്ചു നോക്കിയത്. ദ ഹർപ്പൻസ് അല്ലെങ്കിൽ ദ ലാംഗേജ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. ദ ഹർപ്പൻസ് ഓർ ദ ലാംഗേജ് സ്കിൻ ഫോൾഡ് കാലിപ്പർ. മറക്കുമെങ്കിലും ദ ഹർപ്പൻസ് ഓർ ദ ലാംഗേജ് സ്കിൻ ഫോൾഡ് കാലിപ്പർ എപ്പോഴും എന്താണ് യൂസ് ചെയ്യുന്നത്? മറക്കരുത്. ഏത് പേരെന്താ? പേര് പറഞ്ഞേ, ഇത് കമന്റ് ചെയ്തേ. നമ്മളെപ്പോഴും സ്കിൻ ഫോൾഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേര് ഇപ്പോഴും ചോദിക്കും. ദ ഹാർപ്പൻസ് ഇൻസ്ട്രുമെന്റ് അല്ലെങ്കിൽ ദ ലാംഗേജ് സ്കിൻ ഫോൾഡ് കാലിപ്പർ എപ്പോഴും യൂസ് ചെയ്ത് മറക്കരുതേ. പറഞ്ഞേ, അറിയില്ലെങ്കിൽ പറഞ്ഞേട്ടെ, ചോദിക്കും. സ്കിൻ ഫോൾഡ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? സ്കിൻ ഫോൾഡ് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? ഹാർപ്പൻസ് അല്ലെങ്കിൽ ലാംഗേജ് സ്കിൻ ഫോൾഡ് കാലിബർ ആണ് യൂസ് ചെയ്യുക അല്ലേ? അറിഞ്ഞുപോലത്തെ കാര്യം പഠിക്കാൻ വേണ്ടി ഇവിടെ എന്തൊക്കെയല്ലേ? അറിഞ്ഞുപോലത്തെ കാര്യം പഠിക്കാൻ വേണ്ടി എന്റെ ക്ലാസ്സിൽ വരുന്നത് പഠിക്കുക, ചോദ്യം വരും. എങ്കിൽ ഇതിന്റെ അക്സെപ്റ്റ് റേഞ്ച് എത്രയാ? എങ്കിൽ ഇതിന്റെ അക്സെപ്റ്റഡ് റേഞ്ച് എത്രയാ? ഹാർപ്പൻസ് അല്ലെങ്കിൽ ലാംഗേജ് സ്കിൻ ഫോൾഡ് കാലിബർ എന്ന് പറയുമ്പോൾ കാണുന്നുണ്ടോ അത് പിക്ചർ? ഇത് എവിടെ കണ്ടുണ്ടോ? ഈ പിക്ചർ കാണുന്ന സാധനം എവിടെ കണ്ടുണ്ടോ? ഈ ഒരു പിക്ചർ കാണുന്ന സാധനം കണ്ടുണ്ടോ? പറയട്ടെ, പണ്ടെപ്പോഴെങ്കിലും ഈ പിക്ചർ കാണപ്പെടുന്ന സാധനം ഇല്ല. അതില്ല, ഇല്ല. ഞാൻ കള്ളം പറയില്ല. ഞാൻ കള്ളം പറയാറില്ല. ഇല്ല, ഞാൻ കള്ളം പറയില്ല. ഇല്ല, ഇല്ല, ഇല്ല. ശരിയല്ലേ? ഇല്ല, കണ്ടിട്ടില്ല. പക്ഷെ ആര് പറഞ്ഞാലും ഉണ്ട്, കോളേജിൽ കണ്ടിട്ടുണ്ട്. പറയല്ലേ, ആര് വേറെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോളേജിൽ ഉണ്ടായിരുന്നു, ഇത് പഠിക്കാത്തുണ്ടാ, പക്ഷെ കോളേജിൽ കണ്ടിട്ടില്ല. കോളേജിൽ ഇതില്ലായിരുന്നു. നിങ്ങൾ പഠിച്ച ഒരു കോളേജ് ഇപ്പൊ ഉണ്ട്, പക്ഷെ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന കോളേജുകളുണ്ട്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പഠിച്ചിറങ്ങുന്ന കോളേജുകളുണ്ട്. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്ത് ഏജ് ഓറായില്ലേ? പ്രായം കൂടി, പ്രായം അവസാനമായി. 36, 33, 35. ആൻറ്റീസ് അല്ലേ? ആന്റിയാണോ അവിടെ? ആന്റിയാണോ? ആണോ? ആയോ? പക്ഷെ എനിക്കിപ്പോൾ 17 കേട്ടോ. എനിക്കിപ്പോഴും 18, 19, 20, 21, 21, 21, 21 കഴിഞ്ഞുണ്ട്. 21. അടുത്ത ചൊവ്വാഴ്ച 21. അടുത്ത ചൊവ്വാഴ്ച 21. പക്ഷെ നിങ്ങളാണെങ്കിൽ എന്താണ് 35, 37, 38. ഏജോ 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 ശരിയല്ലേ? ഏജോ ലാസ്റ്റ് ആൻസർ. ഏജോ എന്ത് പറയാൻ ആൻറ്റീസ്? ആണോടെ? പറയാടെ. ആണോ? ഇത് കണ്ടിട്ടില്ല. സ്കിൻ ഫോൾഡ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് എന്താ? സ്കിൻ ഫോൾഡ് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെന്റ് എന്താ? ആർക്ക് പറയാം? ഞാൻ സ്ക്രീനിൽ പേരില്ല. ആർക്ക് പറയാം? സ്ക്രീനിൽ ചോദിക്കും. ആർക്ക് പറയാം? ഹർപ്പൻസ് അല്ലെങ്കിൽ ദ ലാംഗേജ് സ്കിൻ ഫോൾഡ് അല്ലേ? ഹർപ്പൻസ് അല്ലെങ്കിൽ ലാംഗേജ് സ്കിൻ ഫോൾഡ് ചോദ്യം കേട്ടോ. ലാംഗേജ് കാലിബർ, കാലിബർ, കാലിബർ മറക്കരുത് കേട്ടോ. ഓക്കെ ആൻറ്റീസ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ്. ഓക്കെ. ഇതിന്റെ ഒരു അക്സെപ്റ്റ് റേഞ്ച് എത്രയാ? ഇതിന്റെ ഒരു അക്സെപ്റ്റഡ് റേഞ്ച് എത്രയാ? ഇതിന്റെ ഒരു അക്സെപ്റ്റ്, ഇതൊക്കെ പഠിക്കണം. ഇതിന്റെ ഒരു അക്സെപ്റ്റ് റേഞ്ച് എത്രയാ? റേഞ്ച് എത്രയാ? നോർമൽ എത്രയാ? നോർമലി റേഞ്ച് എത്രയാ?
വീണ്ടും ചോദ്യം, ഇത് എവിടെ നോക്കും? നോ ഐഡിയ പറഞ്ഞ് ശരിയല്ലേ? ഈ ഒരു പിക്ചർ വെച്ച് എവിടെ നോക്കും? കാലിലാണോ കയ്യിലാണോ? ഈ ഒരു പിക്ചർ വെച്ചിട്ട് കാലിലാണോ കയ്യിലാണോ നോക്കുന്നത്? ഹാൻഡ് എന്ന് പറയുമ്പോ എവിടെയാ? ഇത് ട്രൈസെപ്സ് ആണോ ബൈസെപ്സ് ആണോ? സാധാരണഗതിയിൽ കൊച്ചു കുഞ്ഞുങ്ങളിൽ എപ്പോഴും എവിടെ വെക്കും? ട്രൈസെപ്സിലാണ്. സാധാരണഗതിയിൽ കൊച്ചു കുഞ്ഞുങ്ങൾ എപ്പോഴും ട്രൈസെപ്സിലാണ് നമ്മൾ എപ്പോഴും നോക്കുന്നത്. അപ്പോൾ നോർമൽ റേഞ്ച് ചോദിക്കുമ്പോൾ സ്കിൻ ഫോൾഡ് നോക്കുമ്പോൾ, സബ്ക്യൂട്ട് ഫാറ്റ് നോക്കുമ്പോൾ ശേഷം less than the 1 mm, the less than 1 mm, the less than 1 mm ആണ് നോർമൽ റേഞ്ച്. ട്രൈസെപ്സിൽ സ്കിൻ ഫോൾഡ് നോക്കുമ്പോൾ നോർമൽ ലെസ് ദാൻ 1 mm ആണ് നോർമൽ റേഞ്ച് എന്ന് പക്ഷെ നമുക്ക് അത് ചോദ്യമല്ല. ആ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? സബ്ക്യൂട്ടേഴ്സ് ഫാറ്റ് മെഷർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് പേര് എന്തെന്നാണ് ചോദ്യം വരുന്നത്. ഏതാ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ് പേരെന്താ? ഹർപ്പൻസ് അല്ലെങ്കിൽ ലാങ്ങേഴ്സ് സ്കിൻ ഫോൾഡ് ലിൻഫോൾഡ് കാലിബർ അല്ലേ? കാലിബർ അല്ലേ? സോ സ്കിൻ ഫോൾഡ് തിങ്സ് ക്ലിയർ ആയ? സ്കിൻ ഫോൾഡ് തിങ്സ് ക്ലിയർ ആയ? ഈസി അല്ലേ പഠിക്കാൻ? ഈസി അല്ലേ? അല്ലേ? ക്ലിയർ ക്ലിയർ ആയ? അടുത്തൊരു കാര്യം, അപ്പർ ആൻഡ് ലോവർ സെഗ്മെന്റ് റേഷ്യോ. അപ്പർ സെഗ്മെന്റും ലോവർ സെഗ്മെന്റിലുള്ള റേഷ്യോ ബോഡി പ്രൊപ്പോർഷൻ അറിയണം. അപ്പർ ആൻഡ് ലോവർ സെഗ്മെന്റ് നമ്മുടെ ബോഡിയുടെ ഇപ്പൊ കുട്ടികളിലെ എല്ലാ കുഞ്ഞാണ് കേട്ടോ, പഠിക്കുന്ന എല്ലാം പീഡിയാട്രിക്കാണ്. ഇനി അങ്ങോട്ട് പഠിക്കുന്ന എല്ലാം പീഡിയാട്രിക്കാണ്. പീഡിയാട്രിക്കാണ് ഒരു പീഡി കുഞ്ഞിന്റെ അപ്പർ ലോവർ സെഗ്മെന്റ് റേഷ്യോ അല്ലെങ്കിൽ ഇത് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? എന്തായിരിക്കും? ചോദ്യം വരും. ഇത് കുഞ്ഞാണെ അറിയില്ല, കുഞ്ഞിനായി പറയുന്നത്. ഒരു കുഞ്ഞിന്റെ അപ്പർ ബോഡി സെഗ്മെന്റിൽ ലോവർ ബോഡി ചേർന്നുമുള്ള റേഷ്യോ ഉണ്ടോ? അപ്പർ ബോഡി സെഗ്മെന്റിൽ ലോവർ ബോഡി സെഗ്മെന്റ് നമ്മൾ റേഷ്യോ ഉണ്ടോ? സിംപ്ലി എന്ത് സംഭവം തരികയും ആരെ പറഞ്ഞു? അപ്പറും ലോവറും തമ്മിൽ എത്ര പെർസെന്റ് ഉണ്ടോ? Fatu. Oh, this one not working, Fatu. No. സംസാരിക്കാതെ കേൾക്കാൻ എനിക്ക് സംസാരിക്കാതെ എന്തായിരിക്കും? The length of the pubic symbase തൊട്ട് the floor തൊട്ട് എന്തായിരിക്കും? The pubic symbase തൊട്ട് ഫ്ലോർ വരെയുള്ളത് എന്ന് വിളിക്കുക അപ്പർ ആണോ ലോവർ ആണോ? The pubic symbase തൊട്ട് the floor തൊട്ട് ആ കുട്ടിയുടെ ഫീറ്റ് വരെ വിളിക്കാം. The pubic symbase തൊട്ട് ആ കുട്ടിയുടെ ഫീറ്റ് വരെ, ഫ്ലോർ ഓഫ് ഫീറ്റ് എന്ന് വിളിക്കാം. അപ്പർ ആണോ ലോവർ ആണോ? The pubic symbase തൊട്ട് ഫ്ലോർ ഓഫ് ഫീറ്റ് വരെ കുട്ടിയുടെ കാല് വരെ വിളിക്കാം. ലോവർ അല്ലേ? ലോവർ അല്ലേ? ലോവർ അല്ലേ? അപ്പൊ ഒരു കാര്യം, അപ്പറും ലോവറും തമ്മിൽ ഇത് ഡിവൈഡ് ചെയ്യുന്ന ബോഡി പാർട്ട് ഇതാ. അപ്പറും ലോവർ തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ബോഡി പാർട്ട് ഇതാ. പ്യൂബിക് സിംബേസ് അല്ലേ? അപ്പറും ലോവറും തമ്മിൽ ഡിവൈഡ് ചെയ്യുന്ന ബോഡി പാർട്ട് ഇതാ. പ്യൂബിക് സിംബേസ് അല്ലേ? പ്യൂബിക്സ് അല്ലേ? പ്യൂബിക്സ് അല്ലേ? ആണോ? ആണോ? അപ്പോ இந்த മൊത്തം ബോഡി പാർട്ട് എടുത്ത് പ്യൂബിക് സിംബേസ് ഉള്ള ലെങ്ത് ഡിവൈഡ് ചെയ്യുന്നത് എന്ന് വിളിക്കാം. മൊത്തം ബോഡി പാർട്ട് എടുത്ത് ലെങ്ത് എടുത്ത് പ്യൂബിക് സിംബേസ് വരെ ഡിവൈഡ് ചെയ്ത് വിളിക്കാം. അപ്പർ ആണോ ലോവർ ആണോ? മൊത്തം ബോഡി പാർട്ട് എടുത്ത് പ്യൂബിക് വരെ ഡിവൈഡ് ചെയ്യുന്നത് അപ്പർ അല്ലേ? 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 ആണ്. ഇനി മൊത്തം ബോഡി എടുത്ത് പ്യൂബിക് തൊട്ട് ഫ്ലോർ വരെ ഡിവൈഡ് എന്താ? ലോവർ അല്ലേ? ലോവർ അല്ലേ? ഇത്ര ക്ലിയർ ആയല്ലോ അല്ലേ? ഇതിൽ അറ്റ് ബർത്തിൽ
അപ്പർ ബോഡി സെഗ്മെന്റ് കൂടുതൽ, ലോവർ കൂടുതൽ? ആലോചിച്ച് പറയട്ടോ. ഇതിൽ അപ്പർ ആണോ കൂടുതൽ, ലോവർ ആണോ? ആലോചിച്ച് പറയാം. ഒരു കുട്ടി ജനിക്കുമ്പോൾ അപ്പർ ആണോ കൂടുതൽ, ലോവർ ആണോ? കാലിന് താഴോട്ടാണോ, അപ്പർ ബോഡിയാണോ? ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ അപ്പർ ആണോ കൂടുതൽ, ലോവർ ആണോ? അപ്പർ സെഗ്മെന്റ് അല്ലേ, അപ്പർ സെഗ്മെന്റ് അല്ലേ. സോ ചോദ്യം വരും, റേഷ്യോ ചോദിക്കും. അറ്റ് ബർത്തിൽ ദ റേഷ്യോ ഓഫ് അപ്പർ ബോഡി സെഗ്മെന്റ്, the ratio of the body upper segment at birth there is only 7. എത്ര 1:7 തൊട്ട് 1 വരെയല്ലേ? 1:7 തൊട്ട് 1 വരെയല്ലേ? അല്ലേ അല്ലേ അല്ലേ? ആണ് ആണ്. ആ ലോവർ എത്രയാ ഇരിക്കുന്നത്? ലോവർ എത്രയാ? ലോവർ എത്രയാ ഇരിക്കുന്നത്? ലോവർ എത്രയാ? ലോവർ എത്രയാ? ഒന്നടി. ഇനി അപ്പറും ലോവർ തമ്മിൽ റേഷ്യോ ഈക്വൽ തപ്പോഴാ, ഒരേപോലെ തപ്പോഴാ? അപ്പറും ലോവറും ഇല്ലേ, ഈ പറഞ്ഞ 1:7 ആ ലോവറും ഈക്വൽ എന്നപ്പോഴാ, ഈക്വൽ ആവുന്നപ്പോഴാ ചോദ്യം വരും. ഫസ്റ്റ് 1 വയസ്സിലാണോ, അത് പ്യൂബർട്ടി ആണോ, 18 വയസ്സിലാണോ, അത് 3 വയസ്സിലാണോ, 1 വയസ്സിലാണോ? 1 വയസ്സിലാണോ, 3 വയസ്സിലാണോ, അതായത് പ്യൂബർട്ടി ആണോ? ചോദ്യം വരും. 4 ഓപ്ഷൻ ഉണ്ടായിരിക്കും. 1 വയസ്സാണോ, 3 വയസ്സാണോ, അതോ 10 വയസ്സാണോ, 18 വയസ്സാണോ? അപ്പറും ലോവറും തമ്മിൽ റേഷ്യോ ഈക്വൽ എന്നപ്പോഴാ? തെറ്റിക്കും പലരും. തെറ്റിക്കും പലരും. എല്ലാവരും എന്താ, എല്ലാരും എന്തെങ്കിലും പറയട്ടെ, ആൻസർ പറയാതെ തന്നെ പറഞ്ഞുതരാം. എല്ലാവരും എടുത്തപ്പോഴേ സാർ 3 വയസ്സ് ആവൂടെ, 3 വയസ്സിലാവും. 3 വയസ്സിലാവില്ല, 3 വയസ്സിലാവില്ല. 3 വയസ്സിൽ 1:3 തൊട്ട് 1 അല്ലേ? 3 വയസ്സിൽ 1:3 തൊട്ട് 1 വരെ. പക്ഷേ എപ്പോഴാവും റേഷ്യോ അപ്പറും ലോവറും എപ്പോൾ ഈക്വൽ ആവും? അത് പ്യൂബർട്ടി ആണോ? അത് പ്യൂബർട്ടി 10 മുതൽ 12 വയസ്സാകുമ്പോൾ, 10 മുതൽ 12 വയസ്സാകുമ്പോൾ 1:1 റേഷ്യോ അല്ലേ? അത് പ്യൂബർട്ടി എന്ന് പറഞ്ഞ് 10 മുതൽ 12 വയസ്സാകുമ്പോൾ അപ്പറും ലോവറും ഒരുപോലെ ഈക്വൽ ആവില്ല, അറിയാമല്ലോ. അത് പ്യൂബർട്ടി ആകുമ്പോൾ നിങ്ങളുടെ ബോഡിയുടെ അപ്പറും ലോവറും ഒരുപോലെ ഈക്വലായി മാറില്ലേ? ശരിയല്ലേ? ഞാൻ പറഞ്ഞ അറിയാമല്ലോ, നിങ്ങൾക്ക് അറിയാം. നിങ്ങളുടെ ബോഡിയുടെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഒരുപോലെ ഈക്വൽ വന്നപ്പോഴാ, നിങ്ങളുടെ ബോഡിയുടെ അപ്പർ പാർട്ടും ലോവർ പാർട്ടും ഒരുപോലെ ഈക്വൽ വന്നപ്പോഴാ? അത് പ്യൂബർട്ടിലല്ലേ? അത് പ്യൂബർട്ടി 10 മുതൽ 12 വയസ്സിലല്ലേ ഈക്വലായി മാറും. അത് ജനിക്കുമ്പോൾ എത്ര പെർസെന്റേജാ? ജനിക്കുമ്പോൾ എത്ര പെർസെന്റേജാ? 1:7:1 അല്ലേ? 1:7:1 അല്ലേ? 1.7:1 അല്ലേ? 1.7:1 അല്ലേ? അറ്റ് ദ ബർത്തിൽ ജനിക്കുമ്പോൾ. അത് 3 ഇയേഴ്സ് 3 വയസ്സാകുമ്പോൾ 1.3:1 അല്ലേ? 1.3:1 എന്താ? അത് 3 ഇയേഴ്സ് ആകുമ്പോൾ. അത് പ്യൂബർട്ടി ആകുമ്പോൾ 1:1 റേഷ്യോയിലാകും. ഈ ചോദിക്കട്ടെ, അപ്പർ കുറയുകയും അത് ലോവർ കൂടുകയും ചെയ്യാറുണ്ട് എപ്പോഴെങ്കിലും? ഈ ഒരു പ്രായം കഴിയുമ്പോൾ അപ്പർ കുറയുകയും ലോവർ കൂടും. നിങ്ങളുടെ ബോഡിയിൽ അപ്പർ കുറയുകയും, അപ്പർ പാർട്ട് കുറയുകയും ലോവർ കൂടുകയും ചെയ്യും. എപ്പോഴാണ്? 18 വയസ്സാകുമ്പോൾ. 18 വയസ്സാകുമ്പോൾ അപ്പർ കുറയുക, ലോവർ കൂടുകയില്ല. എത്രയാ? 0.9:1 ആവില്ലേ? 18 വയസ്സാകുമ്പോൾ 0.9:1% ആകും. അപ്പർ കുറയുകയും ലോവർ കൂടുകയും ചെയ്യും. ഇതൊക്കെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇതൊക്കെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ഇല്ല. കഴിഞ്ഞ DHSനോ കഴിഞ്ഞ DMക്കോ പഠിച്ചിട്ടില്ല. ശരിയല്ലേ? ക്ലിയർ ക്ലിയർ എല്ലാം ക്ലിയർ ആയി? എല്ലാം ക്ലിയർ. എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? എന്താ പഠിച്ചത്? കഴിഞ്ഞ ദിവസവും ചെസ്റ്റ് മിഡ് ടേം പഠിച്ചില്ലേ? ചെസ്റ്റ് പറഞ്ഞു,
The midarm പറഞ്ഞു ക്ലിയർ ആയോടെ. The chest-ഉം the midarm skin fold clear. The chest-ഉം the midarm and the skin fold clear ആയോ. The chest-ഉം the midarm the skin fold clear ആയോ. The pediatrics-നകത്ത് chest-ഉം midarm skin fold clear ആയോ. Pediatrics-നകത്ത് chest-ഉം midarm skin fold clear ആയോ. Clear ആയോ. ഇൻസ്ട്രുമെന്റ് എന്താ? The midarm നോക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താ? മിഡ്-ആം നോക്കുന്ന ഇൻസ്ട്രുമെന്റ് എന്താ? ഹാർപ്പൻസ്. അല്ലെങ്കിൽ 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 അനദർ നെയിം എന്താ? ലാംഗേജ് സ്കെയിൽ അല്ലേ? ലാംഗേജ് കാലിബർ. ഇത് അറിയണം. ഇനി അങ്ങോട്ടൊക്കെ ചോദ്യം കേട്ടോ. ഇത് കഴിഞ്ഞ എക്സാം ഒന്നും ഇല്ലായിരുന്നു, കഴിഞ്ഞ 2 വർഷം ഒന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇനി അങ്ങോട്ട് എക്സാം ചോദിക്കും കേട്ടോ. കഴിഞ്ഞ 2 എക്സാമിനൊന്നും ഒന്നും പഠിക്കണ്ട. ശരിയല്ലേ? കഴിഞ്ഞ DHS പഠിച്ചവർക്ക് അറിയാം. എന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ DHS അറിയാം. ഞാൻ പഠിച്ചിട്ടുണ്ടോ? ഞാനത് പഠിപ്പിച്ചിട്ടുണ്ടോ? എന്റെ പഴയ ആൾക്കാർക്ക് അറിയാം ഞാനത് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ഹർപ്പൻസും പറഞ്ഞിട്ടില്ല, ലാംഗ്വേജും പറഞ്ഞിട്ടില്ല. എന്റെ കഴിഞ്ഞ DHS ആൾക്കറിയാം ഹർപ്പൻസും ലാംഗ്വേജും പഠിപ്പിച്ചിട്ടില്ല. കാരണം അന്ന് ചോദിക്കില്ല. പക്ഷെ ഇനിയുള്ള എക്സാമിന് ഇത് ചോദിക്കും. സോ ഇത് ക്ലിയർ ആയല്ലോ. ഹെഡും ചെസ്റ്റും മിഡ്-ആം ക്ലിയർ ആണെങ്കിൽ അടുത്ത പീഡിയാട്രിക്സ് പഠിക്കാൻ പോകുന്നത് എന്റെ ടീത്ത് ആണ്. സ്റ്റാർട്ട് ചെയ്യാം. ദ ടീത്ത്, ഹെഡ്, ചെസ്റ്റ്, ദ മിഡ്-ആം കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന കാര്യം ദ ടീത്ത് ആണ്. നമ്മൾ സൺഡേ തന്നെ, ഇപ്പോൾ സൺഡേ മൊത്തം പീഡിയാട്രിക് കേട്ടോ. സൺഡേ മൊത്തം അറിയാമല്ലോ ദ പീഡിയാട്രിക്സ് ആണ്. സൺഡേ മൊത്തം എന്താ വേണോ? അങ്ങനെ വേണോ? ഒരു സബ്ജക്ട് മാത്രം വേണോ? ഒരെണ്ണം മാത്രം വേണമോ? അപ്പോൾ ക്ലിയർ ആവില്ല, കംപ്ലീറ്റ് ആവില്ല. സൺഡേയും ഒരു ദിവസം എക്സ്ട്രാ വേണം. ഹോമിയോ എക്സാം നോക്കണ്ടേ? ഹോമിയോ എക്സാം നോക്കരുത്. സെമി തന്നെ മുമ്പ് എക്സാം എന്താ? സെമി തന്നെ മുമ്പുള്ള എക്സാം എന്താ? ഇത് DMA അല്ലേ? സെമി കുഞ്ഞെ തന്നെ മുമ്പിൽ ഉള്ള എക്സാം ഏതാ? ഇത് DMA അല്ലേ? ഹോമിയോ ഇപ്പൊ നോക്കണ്ട. ഓക്കെ, സെമി കുഞ്ഞെ തന്നെ മുമ്പ് എക്സാം എന്താ? ഇത് DMA അല്ലേ? കോൺസെൻട്രേറ്റ് ചെയ്യും. ഒരു വലിയ എക്സാം കൊണ്ടിട്ടേ കേട്ടോ. ഒരു വലിയ എക്സാമിനെ കുറിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുക. ഓക്കെ, താൻ ഹോമിയോ പഠിച്ചില്ലല്ലോ, ഹോമിയോ പഠിച്ചിട്ടില്ല. മുന്നിലുള്ള എക്സാം ഏതാ? ഇന്ന് DMA അല്ലേ? DMA താൻ കഷ്ടപ്പെട്ട് പഠിച്ച എക്സാം അല്ലേ? താൻ ഇത്രയും വർഷം സെമി എനിക്കറിയാം കഷ്ടപ്പെടിച്ച എക്സാം അല്ലേ? മാസങ്ങളോളം പഠിക്കുന്നല്ലേ? അത് കോൺസെൻട്രേറ്റ്. DMA കോൺസെൻട്രേറ്റ് ചെയ്യും. ഹോമിയോ രണ്ടാമത്തെ കാര്യം. സോ സ്റ്റാർട്ട് ചെയ്യാം. ദ ടീത്ത് സ്റ്റാർട്ട് ചെയ്യാം. ദ ടീത്ത്, പല്ല് ഉണ്ട്, വല്ലുണ്ട്, പല്ല് ഉണ്ടോ? സത്യം പറയും. ആ വായിൽ പുല്ല് ഫുൾ പല്ലുണ്ടോ? ആരുടെയും വായിൽ ഫുൾ പല്ലുണ്ടോ? ആരുടെയെങ്കിലും വായിക്കകത്ത് ഫുൾ പല്ലുണ്ടോ? ആരുടെയെങ്കിലും വായിക്കകത്ത് ഫുൾ പല്ലുണ്ടോ? ഇല്ല. ഉണ്ടോടെ കുഞ്ഞെ? പല്ലുണ്ടോടെ? ആരടിച്ചിളക്കി? 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 നാട്ടുകാരാണോ? വീട്ടുകാരാണോ? ഫുള്ളുണ്ടോ? ഇനി ഇളക്കോ? ഇനി ആരെ ഇളക്കോ? ഇനി ആരെ ഇളക്കോ? ഫുള്ളുള്ള ആൾക്കാരെ ഇനി ആരെ ഇളക്കോ? ഇനി ആരെങ്കിലും ഇളക്കോ? ഇളക്കോ? ആരെ ഇളക്കോ? ആരെങ്കിലും ബാക്കി പോലെ അടിച്ചിളക്കോ? സ്വഭാവം നന്നാണോ? പഠിക്കോ? പാസ്സാവോ? പാസ്സായില്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു 5 പള്ളി തരുമോ? പാസ്സായില്ലെങ്കിൽ 5 പള്ളിയിൽ തരുമോ? പാസ്സായില്ലെങ്കിൽ 5 പള്ളി തരുമോ? എനിക്ക് ആ വാക്യത്തുള്ള 5 പള്ളികൾ തരുമോ? പാസ്സായില്ലെങ്കിൽ 5 പള്ളി തരുമോ?
പാസ്സായില്ലെങ്കിൽ 5 പല്ല് ബാക്കിയാത്തുള്ള തരോ? എല്ലാക്കി പാഴ്സൽ തരോ? പാസ്സായില്ലെങ്കിൽ ബാക്കിയകത്തുള്ള 5 പല്ല് തരോ എനിക്ക്? എക്സാമിന് ടീത്ത് ചോദിക്കും. ഏതൊക്കെ ടീത്ത് എപ്പോഴൊക്കെ ഇറപ്റ്റ് ചോദിക്കും. എത്ര പിള്ളേരൂടെ പഠിക്കാൻ വയ്യ. ഫീസ് തരും, പാസ്സാവും. ഫീസ് തരും, പഠിക്കുവോ? ഫീസ് തരാറുണ്ട്, പഠിക്കുവോ? പഠിക്കണം. ചോദ്യം വരും. സോ ഹെഡിങ് ഇട്ടോ ടീത്ത്. അല്ലെങ്കിൽ ആ പല്ലങ്ങ് എന്താണ് കൈ വരും. അതെങ്ങനെയാണ് എന്തറിയാറ്? 1 2 3 വേണോ? വേണോ? വേണ്ട. പല്ലുണ്ടോ എല്ലാവർക്കും? പല്ലുണ്ടെങ്കിൽ സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ടീത്തിന്റെ പേരെന്താ? ടീത്ത് പഠിക്കുമ്പോൾ ഫസ്റ്റ് ഏതാണ്? ടീത്ത് പഠിക്കുമ്പോൾ ഫസ്റ്റ് അറിയേണ്ടത് ഏതാണ്? ടീത്ത് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ഏതാ? സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ടീത്തിന്റെ പേരെന്താ? ഞാൻ പഠിപ്പിക്കുന്ന മെത്തേഡ്, ടീച്ചിങ് മെത്തേഡ് വേറെ ലെവലാണ്. പറയുക, സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന ടീത്തിന്റെ പേരെന്താ? ഇൻസിസേഴ്സ് ആണോ, കാനൻസ് ആണോ, മോളാർ ആണോ, ഓർ പ്രീ മോളർ ആണോ? ഏതാണ്? സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന പല്ലിന്റെ ഇവിടെ എനിക്കുണ്ട്, ഇളക്കിയിട്ടില്ല. ഏതാണ്? ഇൻസിസേഴ്സ് ആണോ, കാനൻസ് ആണോ, പ്രീ മോളേഴ്സ് ആണോ, മോളാർ ആണോ? നിങ്ങളുടെ സുന്ദരമായ ചെറിയ നോക്കി ആ ഒരു ചെറിയ പുഞ്ചിരിയിൽ 2 പല്ല് കാണാം അല്ലേ? ചിരിക്കരുത്, ചിരിച്ചപ്പോയി. ചിരിക്കുമ്പോ സുന്ദരമായ ആ ചിരിയിൽ ഉണ്ടോ? ചിരിക്കാറുണ്ടോ ആരെങ്കിലും? സുന്ദരമായ ആ ഒരു ചിരിക്കകത്ത് 2 പല്ല് വെളിയിൽ കാണാം. ഏതാ അത്? ഇൻസിസസ് ആണോ, കാനൻസ് ആണോ, മോളാർ ആണോ, ഓർ പ്രീ മോളർ ആണോ? പല്ലിൽ സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്നവരാ? ആർക്കുമില്ല സുന്ദരി, ആർക്കുമില്ലേ സുന്ദരമായ ചിരി? ഉണ്ടോ? ആരെങ്കിലും സുന്ദരമായ ചിരി കണ്ടോ? ഉണ്ടോ? പറഞ്ഞേ, അങ്ങ് മസിൽ പിടിച്ച പറഞ്ഞേ, മസിൽ പിടിച്ചിരിക്കുക പറഞ്ഞേ. ചിരിക്കും സുന്ദരമല്ല, അതൊന്നും പറഞ്ഞാൽ ഇവിടെ സുന്ദരമല്ല എന്ന് പറയുന്നത് നിങ്ങളാണോ? നിങ്ങൾ ചിരിക്കുമ്പോൾ സുന്ദരമല്ല എന്ന് പറയേണ്ടത് കാണുന്ന ആളല്ലേ, ശരിയല്ലേ? ആ ചിരിക്കുമ്പോൾ സുന്ദരമല്ല എന്നും സുന്ദരമാണെന്നും പറയുന്നത് കാണുന്ന ആളല്ലേ? സുന്ദരമാണ്, നിങ്ങൾ എല്ലാവരും സുന്ദരമാണ്. സോ ചിരിക്കുന്ന സമയത്ത് സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന രീതി പേരെന്താ? ചിരിക്കുമ്പോൾ സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന പല്ല് ടീത്ത് ഏതാ? ഇൻസിസസ് ആണോ, കാനൻസ് ആണോ, മോളാർ ആണോ, പ്രീ മോളർ ആണോ? ഇൻസിസസ് അല്ലേ? ഞാൻ പഠിക്കാൻ വേണ്ടി പറയാ, ഞാൻ എന്ത് പറഞ്ഞാലും പഠിക്കാൻ വേണ്ടിയാ. ഇൻസിസസ് അല്ലേ? സെൻട്രൽ ഭാഗത്ത് കാണ പല്ലേതാ? സെൻട്രൽ ഭാഗത്ത് കാണപ്പെടുന്ന പല്ലേതാ? ഇൻസിസസ് അല്ലേ? അത് കഴിഞ്ഞാരാ? സൈഡ് ഭാഗത്താരാ? അത് കഴിഞ്ഞാരാ? കാനൻസ് അല്ലേ? ഇൻസിസേഴ്സ് കഴിഞ്ഞ അടുത്താരായിരിക്കും? ഇൻസിസേഴ്സ് കഴിഞ്ഞാൽ അടുത്ത കാനൻസ് അല്ലേ? കാനൻസ്. അത് കഴിഞ്ഞാരാ? മോളാർസ് അല്ലേ? അത് കഴിഞ്ഞ മോളാർസ് അല്ലേ? ഫസ്റ്റ് ആരാ? ഫസ്റ്റ് ഇൻസിസേഴ്സും പിന്നെ കാനൻസും പിന്നെ മോളാർസ് അല്ലേ? ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ഒരു ചോദ്യം മുൻകാല ചോദ്യമാണ്. അഡൽട്ടിൽ നിന്നും കുട്ടികൾ മിസ്സിംഗ് ആയ ടീത്ത് ഏതാ? അതാ കേരള PC എക്സാം ചോദ്യം. അഡൽട്ടിൽ നിന്നും കുട്ടികൾ മിസ്സായ ടീത്ത് ഏതാ? ഇൻസിസസ് ആണോ, മോളാർസ് ആണോ, കാനൻസ് ആണോ, ഓർ പ്രീ മോളാർസ് ആണോ? അഡൽട്ടിൽ നിന്നും കുട്ടികൾ മിസ്സാകുന്ന ടീത്തിന്റെ പേരെന്താ? മോളാർ ആണോ, പ്രീ മോളാർ ആണോ, ഇൻസിസസ് ആണോ, കാനൻസ് ആണോ? കുട്ടികൾ പ്രീ മോളാർസ് ആണോ? പ്രീ മോളാർസ് ആണോ?
ആലോചിച്ചറിയാ, ഇൻസിസേഴ്സ് ആണോ, കാനിൻസ് ആണോ, മോളാർസ് ആണോ, പ്രീ മോളർ ആണോ? പറയണേ. അഡൽട്ടിലാണ് എന്തുണ്ട്? ഇൻസിസേഴ്സ് ഉണ്ട്, കാനിൻസ് ഉണ്ട്, പ്രീ മോളർ ഉണ്ട്, മോളറും ഇല്ലേ? അഡൽട്ടിൽ ഈ പറഞ്ഞ 4 ഇല്ലേടെ? അഡൽട്ടിൽ ഈ പറഞ്ഞ 4 ഇല്ലേ? അഡൽട്ടിൽ ഈ പറഞ്ഞ 4 ഇല്ലേ? ഇൻസിസേഴ്സും കാനിൻസും പ്രീമോളാറും മോളാറും ഉണ്ടോ ഇല്ലയോ? അഡൽട്ടിൽ ഈ പറഞ്ഞ കാനിൻസും ഇൻസിസേഴ്സും മോളാറും ആൻഡ് പ്രീമോളാറും ഉണ്ട്. പക്ഷേ കുട്ടികൾ എന്തില്ല? പഠിക്കുന്ന പീഡിയാട്രിക് ഇല്ലേ? കുട്ടികൾ അതില്ല. കുട്ടികൾ മിസ്സിങ് ഏതാ? പ്രീമോളാർ കുട്ടികൾ ആബ്സെന്റ് ആണ്. പഠിക്കുന്നത് പീഡിയാട്രിക് ആണ്. കുട്ടികൾ പ്രീമോളാർ ആബ്സെന്റ്. മറക്കില്ല. കുഞ്ഞുങ്ങളിൽ എപ്പോഴും പ്രീമോളാർ ആബ്സെന്റ്. കുഞ്ഞുങ്ങൾ എപ്പോഴും പ്രീമോളാർ ആബ്സെന്റ് ആണ്. എങ്കിൽ ചെറുതായിട്ട് ഷോർട്ട് പറഞ്ഞ് അഡൽട്ടിലുള്ള ടീത്തിന്റെ പേര് എന്തൊക്കെയാ? അഡൽട്സിലുള്ള ടീത്തിന്റെ പേര് എന്തൊക്കെയാ? ഇൻസിസസ്, മോളാർ, പ്രീമോളാർ, അതെന്താ? ക്യാൻസർ അല്ലേ? ഇൻസിസസ് ഉണ്ട്, കുട്ടികളുടെ പ്രീമോളുണ്ടോ? കുട്ടികളുടെ പ്രീമോളർ ഉണ്ടോ? കുട്ടികളുടെ പ്രീമോളർ ഉണ്ടോ? കുട്ടികളുടെ പ്രീമോളാർ ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ആബ്സെന്റ് ആണ്. സോ ഓരോ ടീത്തിനെ കുറിച്ച് പഠിക്കണം. സോ ഓരോ ടീത്ത് ഇല്ലേ, ഓരോ ടീത്ത് പഠിക്കണം. എക്സാമിനില്ലേ, ഇനിയുള്ള എക്സാമിന് ഓരോ ടീത്തും അത് ഇറക്ട് ചെയ്യുന്ന സമയം, സീക്വൻസ് പഠിക്കണ്ടേ? ഇനിയുള്ള എക്സാംസിന് ഓരോ ടീത്തും വരുന്ന സമയം, ദാറ്റ്സ് ഇറക്ട് ചെയ്യുന്ന സമയവും സീക്വൻസ് പഠിക്കണം. ഫസ്റ്റ് നോക്കാം. ഇൻസിസ് എന്താ? എന്താ? അന്ന് നമ്മൾ ചോദിക്കട്ടെ, നമുക്ക് ഏതൊക്കെ ടൈപ്പ് ടീത്ത് ഉണ്ട്? ഫസ്റ്റ് ചോദിക്കാം, അത് പറഞ്ഞില്ല. ഏതൊക്കെ ടൈപ്പ് ടീത്ത് ഉണ്ട്? ടീത്ത് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ടീത്ത് ഉണ്ട്? ഉണ്ടോ? ടെമ്പററി ഉണ്ട്, പറഞ്ഞേ. അത് പറഞ്ഞില്ല. ടെമ്പററി. പെർമനന്റ് ഉണ്ട്, ടെമ്പററി ഉണ്ടോ? പെർമനന്റ് ഉണ്ട്, ടെമ്പററി ഉണ്ടോ? പെർമനന്റ് എന്ന് പറയുമ്പോൾ അത് വലിയ ആൾക്കാരല്ലേ. പക്ഷെ ടെമ്പററി എന്ന് പറയുമ്പോൾ അത് കുട്ടികളല്ലേ. പഠിക്കുന്നത് പീഡിയാട്രിക് ആണ്. കുഞ്ഞുങ്ങളിലെ ടെമ്പററി വരുന്നത്. കുഞ്ഞുങ്ങളിലെ ടെമ്പററി വരുന്നത്. എങ്കിൽ വീണ്ടും ചോദ്യം വരും, ഈ ടെമ്പററി ടീത്തിന് വേറെ പേരുണ്ടോ? ടെമ്പററി ടീത്തിന് വേറെ പേരുണ്ടോ? ചോദ്യം വരും. പ്രൈമറി ടീത്ത് അല്ലേ. പ്രൈമറി ടീത്ത് എന്നും ഒരു പേരുണ്ട്. മിൽക്ക് ടീത്ത് ഉണ്ടോ? മിൽക്ക് പാലല്ല, പശുവും പാലല്ല. മിൽക്ക് ടീത്ത് എന്നും ടെമ്പററി ടീത്ത് എന്നും പ്രൈമറി ടീത്ത് വിളിക്കാറല്ലേ? മിൽക്ക് ടീത്ത് എന്നും ടെമ്പററി ടീത്ത് എന്നും പ്രൈമറി വിളിക്കാറില്ലേ? മിൽക്ക് ടീത്ത് എന്നും ടെമ്പററി ടീത്ത് എന്നും പ്രൈമറി വിളിക്കാറില്ലേ? എങ്കിൽ വീണ്ടും ചോദ്യം വരും, ഇത് എപ്പോഴാ വരുന്നത്? എത്ര വയസ്സ് തൊട്ട് വരുന്നത്? എത്ര പ്രായം തൊട്ട് വരും? ടെമ്പററി ടീത്ത് അല്ലെങ്കിൽ മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പ്രൈമറി ടീത്ത് എന്ന് പ്രായം ചോദിക്കാറുണ്ട്. 6 മാസം മുതൽ 2.5 വയസ്സ് വരെയാണോ? 6 മാസം മുതൽ 2.5 വയസ്സ് വരെയാണോ? 6 മാസം മുതൽ 2.5 ഇയേഴ്സ് വരെയാണോ? 6 മാസം മുതൽ 2.5 ഇയേഴ്സ് വരുന്ന പ്രൈമറി ആണോ, പെർമനന്റ് ആണോ? അത് ടെമ്പററി ആണോ, പെർമനന്റ് ആണോ? 6 മാസം മുതൽ 2.5 വരെ വയസ്സ് വരുന്നത് പ്രൈമറി ഓർ ടെമ്പററി? പെർമനന്റ് ആണോ?
അല്ല 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 ടെമ്പററി അല്ലേ. 6 മാസം മുതൽ 2.5 വയസ്സ് എന്താ ടെമ്പററിയാണ്. ടെമ്പററിയാണ്. പഠിക്കാൻ പോവുകയാണ്. ഓരോ ടീത്തും ഇറപ്ഷന്റെ സാധനം പഠിക്കണം. സോ ഫസ്റ്റ് വൺ ഈസ് ദ ടെമ്പർ. പഠിച്ചൂടെ? പഠിക്കാമോ? 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 ഓർമ്മയുണ്ടോ? പല്ലുണ്ടോ? പല്ലുണ്ടോ? പല്ലുണ്ട്. ഫസ്റ്റ് വൺ ഈസ് സീക്വൻസ് ചോദിക്കട്ടോ. സീക്വൻസ് എപ്പോഴും എക്സാം ചോദിക്കട്ടോ. സീക്വൻസ് എപ്പോഴും എക്സാം ചോദിക്കുന്നതാണ്. ഇൻ സിസസ് നോക്കാം. ഇൻ സിസസ് ഇത്ര ഉണ്ടല്ലേ. ഇവിടെ കുട്ടികളുടെ കാര്യം പറയാട്ടോ. എല്ലാം കുട്ടികളാണ് പറയുന്നത്. ഇനി അങ്ങോട്ട് എല്ലാം കുട്ടികൾ പറയുകയാണ്. കുട്ടികളിൽ ഇൻ സിസസ് എത്ര ഉണ്ട്? ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ ഇൻ സിസസ് എത്ര ഉണ്ടായിരിക്കും? താഴെയും മുകൾ എത്ര ഉണ്ട്? താഴെ മുകൾ താഴെ മുകൾ എത്ര ഉണ്ട്? താഴെ 4 ഉണ്ടോ? താഴെ 4 ഉണ്ടോ? ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ താഴെ 4 ഉണ്ടോ? 4 4 4 ഉണ്ടോ? താഴെ 4 ഉണ്ടോ? ഉണ്ട്. അതിന്റെ മുകളിൽ എത്ര ഉണ്ട്? അപ്പർ പാർട്ടിൽ 4ഉം ലോവർ പാർട്ടിൽ 4 ഉണ്ടോ? ഒരു കുഞ്ഞു കുട്ടിയാണ് എപ്പോഴും അപ്പർ പാർട്ട് 4ഉം ലോവർ പാർട്ടിലും 4 ഉണ്ടോ? അപ്പറിൽ 4ഉം ലോവർ 4 ഉണ്ടോ? ഒരു കുഞ്ഞു കുട്ടിയാണെങ്കിൽ അപ്പറിൽ 4ഉം ലോവർ 4 ഉണ്ടോ? ഇൻ സിസേഴ്സ് എന്ന് പറയുമ്പോൾ അപ്പറിൽ 4ഉം ലോവർ 4 ഇല്ലേ? ഇൻ സിസേഴ്സ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞു കുട്ടിയാണ് പഠിക്കുന്ന പീഡിയാട്രിക് ആണ്. കുഞ്ഞു കുട്ടി എപ്പോഴും അപ്പറിൽ 4ഉം ലോവർ 4ഉം ഉണ്ട്. ശരിയല്ലേ? എപ്പോഴാ ഇറപ്റ്റ് ചെയ്യുന്നത്? അന്നും ചോദിക്കട്ടെ. ഇറപ്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഇറപ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അർത്ഥത്താ. ഇറപ്ഷൻ എന്താ അർത്ഥം? എന്താ? ഒരു പല്ല് വരുന്നതാണോ? അത് പല്ല് കൊഴിഞ്ഞു പോകണം? പല്ല് വരുന്നതാണോ? പല്ല് കൊഴിഞ്ഞു പോകണം? പല്ല് കൊഴിഞ്ഞു പോകുന്നതാണോ വരുന്നതാണോ? ഇറപ്ഷൻ എന്ന വാക്കർത്ഥം എന്താ? പല്ല് വരുന്നതാണോ കൊഴിഞ്ഞു പോകണം? വരുന്നത്. ഞാൻ എല്ലാ വാക്കും പറയുന്നത് കാരണം ഭക്ഷണം പഠിച്ചിട്ട് പുതിയതായിട്ട് ഇവിടെ ആൾക്കാർ അറിയില്ലായിരിക്കും. ഇറപ്ഷൻ എന്ത് പല്ല് വരുന്നതല്ലേ. അപ്പോഴേ താഴെ 4ലും ഏറ്റവും മുകളിൽ 4ഉം ഉണ്ട്. അത് ശരിയല്ലേ? താഴെ 4ലും മുകളിൽ 4ഉം വഴി 8 എണ്ണം ഇൻസുണ്ട്. എപ്പോഴാ പല്ല് വരുന്ന? എപ്പോഴാ ഒരു പുതിയ പല്ല് വരുന്ന? എപ്പോഴാ? 8 മുതൽ ഒരു 10 വയസ്സിലാണോ? 8 മുതൽ 10 വയസ്സിലാണോ? 8 മുതൽ 10 വയസ്സിലാണോ? ആണോ? എപ്പോഴും സെൻട്രൽ പറഞ്ഞിട്ടില്ലേ? സെൻട്രൽ 2ഉം താഴെ 2 ഉണ്ടോ? സെൻട്രൽ ഫാദർ 2ഉം താഴെ 2 ഉണ്ടോ? സെൻട്രൽ ഫാദർ 2ഉം താഴെ 2 ഉണ്ടോ? സെൻട്രൽ ഫാദർ 2ഉം താഴെ 2 ഉണ്ടോ? ഉണ്ടോ? ഈ പല്ല് ഏറ്റവും 2 ഫാദർ 2 ഉണ്ടോ? ഇവിടെ ഉണ്ടോ? താഴെ 2 ഉണ്ടോ? ഉണ്ട്. എപ്പോ വീഴപ്പോഴാ? എപ്പോഴും ഷെഡ് ചെയ്ത് എപ്പോഴാ? എപ്പോഴാ 2 ഷെഡ് ചെയ്ത് എപ്പോഴാ? അറിയാലോ. എല്ലാവർക്കും ഇപ്പോൾ കുട്ടി കാണും. ഈ ഇൻസിസ്റ്റൻസ് എപ്പോ ഷെഡ് ചെയ്യും? ചോദിക്കും. മാസം ചോദിക്കും, വർഷം ചോദിക്കും. ഇപ്പൊ ഇൻസിസ്റ്റൻസ് എപ്പോ ഷെഡ് ചെയ്യും? അതാ ചോദ്യം. എക്സാം കറക്റ്റ് ചോദിക്കും. ക്വസ്റ്റ്യൻ ഒന്ന് പാവാ. ഒരു മിനിറ്റ്. ഒരു 2 വർഷം മുമ്പേ 2 വർഷം മുമ്പേ ആണെങ്കിൽ കേരള PSC എക്സാമിന് എന്താ ചോദ്യം ഉണ്ടെന്ന് അറിയാമോ? 2 വർഷം മുമ്പേ ആണെങ്കിൽ കേരള PSC എക്സാമിന് ചോദ്യം ഉണ്ടാകാൻ അറിയാമോ? ഒരു 50 വയസ്സിന് മുകളിൽ ആൾക്കാരല്ലേ. 2 വർഷം മുമ്പേ ആണെങ്കിൽ എക്സാമിന് ചോദ്യം ഉണ്ടാക്കുന്നത് 50 വയസ്സിന് മുകളിലുള്ള ആൾക്കാരല്ലേ. പക്ഷെ ഈ സമയത്ത് ആരെയുണ്ടോ? അങ്ങനെ ഉണ്ടോ? ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിൽ 50 വയസ്സിന് മുകളിൽ അധികാരികളുണ്ടോ? അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആയിട്ട് അധികാരികളില്ല. ആരും എന്റെ അറിവിൽ അധികം അറിവില്ല. ഏകദേശം 40
40 കുറിപ്പ് 35 കേട്ടോ കേട്ടോ. അപ്പൊ ചോദ്യം ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞത് കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ ചോദ്യം ഉണ്ടാക്കിയാൽ ഈ ചോദിച്ചൂടെ. കുട്ടികളുള്ള ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ ചോദിച്ചൂടെ. ഇപ്പോഴത്തെ എക്സാമിന് അധികം ആൾക്കാരും അസിസ്റ്റന്റ് പ്രൊഫസർ പ്രായമുള്ള ആരുമില്ല. നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. ഈ ഒരു എക്സാം DMA എക്സാമിന് വേണ്ടി വരുമ്പോൾ സമയത്ത് ചോദ്യം ഉണ്ടാക്കുന്ന ആൾക്കാർ അധികമായും നല്ല പ്രായമുള്ള ആൾക്കാർ ആരുമില്ല. അതൊരു സന്തോഷ വാർത്തയാണോ? അതൊരു സന്തോഷ വാർത്തയാണോ അല്ലേ? ഈ DMA എക്സാമിന് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി അധികം പ്രായമുള്ള ആരുമില്ല. ഞാൻ അധികം അന്വേഷിച്ചു. 99% ഒരു കോളേജ് ഓഫ് നഴ്സിംഗിലും അധികം പ്രായമുള്ള ആരുമില്ല. ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി നല്ല പ്രായമുള്ള ആൾക്കാരുമില്ല. എല്ലാവരും പ്രായം കുറഞ്ഞ ആൾക്കാരാണ്. സോ ഈ പറഞ്ഞ ടീത്ത് ഇല്ലേ, ടീത്ത് പോൽ സമയം ചോദിക്കാം. ടീത്ത് ഇറപ്ഷൻ സമയം എപ്പോഴാ? എപ്പോഴാണ് ടീത്ത് ഇറപ്ഷൻ ചോദിക്കാറുണ്ട്. ടീത്ത് അത് കൊഴിഞ്ഞു പോകുന്ന സമയം എപ്പോഴും ചോദിക്കാറുണ്ട്. ചോദിക്കാം പറഞ്ഞ് 6 മാസം അല്ലേ? ഒന്നുകൂടെ ശേഷം ഈ പറഞ്ഞ 6-7 മാസം കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോയ പുതുപല്ല് വരും. 6-7 മാസം അത് കൊഴിഞ്ഞു പോയ പുതിയ പല്ല് വരും. 6-7 മാസം കഴിഞ്ഞ് അത് കൊഴിഞ്ഞു പോയി പുതിയ പല്ല് വരുമോ? വരൂലേ? സോ ഇൻസിസ് എപ്പോഴും 6 മുതൽ 7 മാസം വരെ കൊഴിഞ്ഞു അല്ലെ കുഞ്ഞിന്റെ പ്രായത്തിൽ 6 മുതൽ 7 മാസം വരെ ഇൻസ് കൊഴിഞ്ഞു. രണ്ടാമത്തെ പല്ലേതാ? ക്യാൻസ് അല്ലേ? സെക്കൻഡ് പഠിക്കേണ്ട പല്ലേതാ? ക്യാൻസ് അല്ലേ? ക്യാൻസ് എത്ര ഉണ്ട്? ക്യാൻസ് എത്രയുണ്ട്? ഇൻസിസ് കഴിഞ്ഞാൽ ക്യാൻസ് എത്രയുണ്ട്? ഇൻസിസ് കഴിഞ്ഞാൽ ക്യാൻസ് എത്രയുണ്ട്? 2 ആണോ 4 ആണോ? 2 ആണോ 4 ആണോ? താഴെ 2, മുകൾ 2, താഴെയും മുകളിലുമായിട്ട് 4 ഉണ്ടോ? 4 ഉണ്ട്. അതെപ്പോ വരും? അതെപ്പോ ഇറപ്റ്റ് ചെയ്യും? എപ്പോ വരും? ക്യാൻസ് എപ്പോഴും ഒരു 16 മുതൽ 22 മാസത്തിൽ എപ്പോഴും ക്യാൻസ് വരുന്ന എപ്പോഴാ? 16 മുതൽ 22 മാസം. മറക്കരുത്, ക്യാൻസ് എപ്പോൾ വരുന്നപ്പോഴാ? 16 മുതൽ 22 മാസം എപ്പോഴും ക്യാൻസ് എന്ന് പറയുന്ന പല്ല് വരും. ഇൻസിസ് എപ്പോഴും എപ്പോ കൊഴിഞ്ഞു പോകും? അതാ പഠിക്കേണ്ടത്. ഇൻസിസസ് എപ്പോ കൊഴിഞ്ഞു പോകും? 6 മുതൽ 7 വയസ്സല്ലേ? 6 മുതൽ 7 വയസ്സല്ലേ? അതെപ്പോ കൊഴിഞ്ഞു പോകും? അതാണ് ചോദ്യം. ഇൻസിസസ് എപ്പോ കൊഴിഞ്ഞു പോകും? 6 മുതൽ 7 വയസ്സാണ്. ക്യാൻസർ എപ്പോ വരും? എപ്പോ ഇറപ്റ്റ് ചെയ്യും? എപ്പോ വരും? 4 പല്ല് എപ്പോ വരും? 16 to 22 മുതലേ 16 മുതൽ 22 മാസം ആകുമ്പോൾ ക്യാൻസ് വരും. എപ്പോ വീഴും? അതെപ്പോഴും ഇനി പറഞ്ഞ ക്യാൻസ് എപ്പോ വീഴും? ശരി, 10 മുതൽ എപ്പോ വീഴും? ക്യാൻസ് എപ്പോ വീഴും? ഒരു 10 മുതൽ 12 വയസ്സാണോ? 12 വയസ്സാണോ മാസമാണോ? 10 മുതൽ 12 വയസ്സാണോ മാസമാണോ? അവിടെ തെറ്റുന്നത് വയസ്സല്ലേ? ക്യാൻസ് എപ്പോൾ ശരീരപ്പോഴാ? 10 മുതൽ 12 വയസ്സല്ലേ? ക്യാൻസ് എപ്പോൾ വീഴുന്നപ്പോഴാ? 10 മുതൽ 12 വയസ്സല്ലേ? അപ്പൊ എത്ര ക്യാൻസ് ഉണ്ട്? 4 ആണോ 2 ആണോ? 4 എണ്ണം. സോ ദ ഇൻസിസസും ക്യാനറ്റ്സും മാത്രം ക്ലിയർ ആയി. പഠിപ്പിച്ച് ഇൻസിസസും ക്യാനറ്റ്സും മാത്രം ക്ലിയർ ആയി. ഞാനിവിടെ എത്ര ഉണ്ടെന്ന് മാത്രം പറഞ്ഞില്ല, എല്ലാം പറഞ്ഞുണ്ട്. ക്ലിയർ ആയല്ലോ? അടുത്ത പല്ലേതാ? മോളാർ അല്ലെ? മോൾ
ആർക്ക് ഇന്ന് മോളുണ്ടോ? ഇന്ന് മോൾസ് ഉണ്ടോ? ഇന്ന് മോൾ പെൺകുട്ടികളുണ്ടോ? ആ പെൺകുട്ടിയാണോ? അല്ല. ഈ മോളർ എന്താ? ഈ മോളർ എന്താ? എത്ര മോളറുണ്ട്? എത്ര മോളുണ്ട്? താഴെയും മുകളിലുമായിട്ട് എത്ര മോളുണ്ട്? എത്ര മോളുണ്ട്? 4 താഴെയും മുകളിലുമായിട്ട് എത്ര മോൾസ് ഉണ്ട്? 4 8 8 മോൾസ് അല്ലേ? താഴെയും മുകളിലുമായിട്ട് താഴെ 4 அந்த മുകളിൽ 4 8 മോളാർ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്. ഇതേ മോളാറല്ലേ? ഇതേ മോളർ എത്ര ടൈപ്പുണ്ട്? മോളാർ എത്ര ടൈപ്പുണ്ട്? മോളാർ എത്ര ടൈപ്പുണ്ട്? ഇത് പ്രൈമറി മോളാർ എന്നും സെക്കൻഡറി മോളാർ എന്നും 2 ടൈപ്പുണ്ട്. പഠിക്കാത്ത കാര്യമാണ്. മോളാർ എന്ന പല്ല് തന്നെ പ്രൈമറി മോളാർ എന്നും സെക്കൻഡറി മോളാർ എന്നും 2 ടൈപ്പ് ഉണ്ട്. എന്താ പ്രൈമറി മോളർ എപ്പോൾ വരുന്നത്? പ്രൈമറി മോളർ എപ്പോഴാണ് വരുന്നത്? ഏകദേശം അപ്പുറം പ്രായം എത്രയാ? പ്രൈമറി മോഡൽ ഫസ്റ്റ് മോഡൽ പോരും. പ്രൈമറി മോഡൽ അല്ലെങ്കിൽ ഫസ്റ്റ് മോഡൽ പോരും. ആർക്കെങ്കിലും എപ്പോഴും പഠിക്കുമ്പോൾ ചില കാര്യം അറിഞ്ഞുകൂടാ. പക്ഷെ ചിലതറിയാം, ചില കാര്യം അറിഞ്ഞുകൂടാ. ഞാൻ പഠിപ്പിക്കുമ്പോൾ ചില കാര്യം അറിയാം, ചില കാര്യം അറിഞ്ഞുകൂടോ? ചില കാര്യങ്ങൾ അറിയാം, ചില കാര്യങ്ങൾ അറിഞ്ഞുകൂടാ. 2 മിക്സ് വരുന്നത്. അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതും മിക്സ് വരുന്നില്ലേ? അറിയാവുന്ന കാര്യവും അറിഞ്ഞുകൂടാത്ത കാര്യവും മിക്സ് വരുന്നില്ല ഇവിടെ. ശ്രദ്ധിച്ചോ? ചില കാര്യം അറിയാം, ചിലത് അറിഞ്ഞുകൂടാ. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫസ്റ്റ് മോളർ എപ്പോ വരും? അറിയാമോ? ഇല്ലല്ലോ. ഫസ്റ്റ് മോളർ എപ്പോ വരും അറിയാമോ? ഇല്ലല്ലോ. ഫസ്റ്റ് മോളർ എപ്പോൾ വരുമെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. പക്ഷെ എത്ര മോളാർ അറിയാലോ? എത്ര മോളാർ ഉണ്ടെന്ന് അറിയാലോ? 8. താഴെയും മേളുമായിട്ട് 8 അറിയാം. അറിയാവുന്ന കാര്യവും പഠിക്കണ്ടേ? രണ്ടും പഠിക്കണ്ടേ? അറിയാവുന്നതും അറിയാത്ത കാര്യം പഠിക്കണ്ടേ? താഴെയും മുകളിലും 8 എന്ന് പറയുമ്പോൾ 4 4 8 എന്ന് പറയുമ്പോൾ അത് എപ്പോ പഠിക്കണ്ടേ? അതിനല്ലേ പഠിക്കുന്നതായിരുന്നു. സോ ഫസ്റ്റ് മോളർ എപ്പോ ഇറക്ട് ചെയ്യും? ഫസ്റ്റ് മോളർ വരുന്ന പല്ല് എപ്പോഴാ? ഫസ്റ്റ് മോളാറെന്നും സെക്കൻഡ് മോളാറെന്നും 2 ടൈപ്പുണ്ട്. ഇതിലെപ്പോഴാ ഫസ്റ്റ് എപ്പോ വരും? ഒരു 13 മുതൽ 18 മാസത്തിനകത്ത്. ഒരു 13 മുതൽ 18 മാസത്തിനകത്ത് ഫസ്റ്റ് മോളർ വരും. 13 മുതൽ 18 മാസത്തിനകത്ത് ചോദ്യം വരും, പഠിക്കാതെ പോവും. 13 മുതൽ 18 മാസത്തിനകത്ത് ഫസ്റ്റ് മോളാർ എന്ന പല്ല് വരും. എത്ര വയസ്സെത്രയാണ്? ആ ഒരു പ്രായം പറഞ്ഞേ, വർഷം പറഞ്ഞേ, വർഷം പറഞ്ഞേ. 13 18 എത്ര വർഷമായിരിക്കും? വർഷം പറഞ്ഞേ. 1.5 2.5 3 എത്ര വർഷം? 13 തൊട്ട് 18 വർഷം എത്രയാ? വർഷം എത്രയാ? 1.5 വർഷം. 1.5 വയസ്സാകുമ്പോൾ 1.5 വയസ്സല്ലേ കുഞ്ഞെ? കുഞ്ഞുങ്ങളെ 1.5 വയസ്സല്ലേ? 1.5 വയസ്സാകുമ്പോൾ എന്ത് പല്ല് വരും? മോളാർ വരില്ലേ? 1.5 വയസ്സാകുമ്പോൾ ഏത് പല്ല് ഇറപ്റ്റ് ചെയ്യും? 1.5 വയസ്സാകുമ്പോൾ ഏത് പല്ല് ഇറപ്റ്റ് വരും? മോളാർ വരും. മറക്കരുത്. 1.5 വയസ്സാകുമ്പോൾ മോളാർ എന്ന ടീത്ത് ഇറപ്റ്റ് ചെയ്യും. ഇനി സെക്കൻഡ് മോളാർ എപ്പോ വരും? സെക്കൻഡ് മോളാർ എപ്പോഴാ? 25 തൊട്ട് 33 മാസമാകുമ്പോൾ. സെക്കൻഡ് മോളാർ എപ്പോഴാ? 25 തൊട്ട് 38 മാസം. അത് വർഷം പറയാൻ ബുദ്ധിമുട്ടല്ലേ? അറിയാമോ? എങ്കിൽ പറഞ്ഞേ. ചോദിക്കില്ല, എങ്കിൽ പറഞ്ഞേ. 25 തൊട്ട് 33 മാസം എത്ര വർഷോടെ? എനിക്കറിയില്ല. പറഞ്ഞേ. എനിക്കറിയില്ല. സെക്കൻഡ് മോഡൽ വരുന്നത് മാസം അറിയാം. 25 തൊട്ട് 33 പറയുമ്പോ എത്ര വർഷമായിരിക്കും? ആലോചിക്കുക. വർഷം എത്രയാ? 25 തൊട്ട് 33 എത്ര വർഷം? ചോദിക്കില്ലായിരുന്നു. ഇത് 2.5 2.5 2.5 അപ്പൊ 2.5 വയസ്സാകുമ്പോ ഏത് പല്ല് വരും? സെക്കൻഡ് മോളാർ അല്ലേ? 2.5 ആകുമ്പോൾ സെക്കൻഡ് മോളാറും 13 മാസം മുതൽ 18 ദിവസം വരും ഫസ്റ്റ് മോളാർ വരില്ലേ? സോ ഫസ്റ്റ് മോളാറും സെക്കൻഡ് മോളാറും വന്നു. ഈ മോളാറല്ല എപ്പോഴും അത് എപ്പോ ഒഴിക്കും? അതുപോലെ നിൽക്കുമോ? അത് കൊഴിഞ്ഞു പോകുന്ന പല്ലാണോ?
മോളാർ എന്ന് പറയുന്നത് അത് കൊഴിഞ്ഞു പോകുന്ന പല്ലാണോ? ആണോ? കൊഴിഞ്ഞു പോവോ? അത് ഇടിച്ചിളക്കണോ? നടക്കരുത്. ഒരു ചോക്ലേറ്റ് കഴിച്ച് മുട്ടായി കഴിച്ച് എന്താണ് നിങ്ങൾ കൊടുക്കുന്ന എല്ലാ ചോക്ലേറ്റും കഴിച്ച് ഒരു 9 മുതൽ ഒരു 12 വയസ്സാകുമ്പോൾ ഇളകി പോകൂടെ? ഒരു 9 മുതൽ 12 വയസ്സാകുമ്പോൾ ഇളകി പോവും. 9 മുതൽ 12 വയസ്സാകുമ്പോൾ പല്ല് ഇളകി പോടെ? ഈ പറഞ്ഞത് മോളാറ് ഒരു 9 മുതൽ 12 വയസ്സ് ഇളകി പോറല്ലേ? കൊടുക്കാറില്ല, കൊടുക്കാറുണ്ടല്ലോ. എങ്കിൽ മറക്കാതിരിക്കേണ്ട കാര്യം ഞാൻ വീണ്ടും പറയാം. ഇത്രയും പല്ലുകൾ പറഞ്ഞപ്പോ പല്ലില്ലാത്ത നിങ്ങളടുത്ത് പല്ല് പഠിപ്പിക്കുകയാണ്. പീഡിയാട്രിക്സിനകത്താണ് ഇൻ സിസസ് മൊത്തം ഉണ്ട്. ഇൻ സിസസ് മൊത്തം എത്രയുണ്ട്? ചോദ്യം ഇതാണ്. ഇൻ സിസസ് മൊത്തം എത്രയുണ്ട്? 8. താഴെ എത്ര, മുകളിൽ എത്ര? താഴെ 4, മുകളിൽ 4. കിട്ടി. അതൊരു ചോദ്യം. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ക്യാൻസ് മൊത്തം എത്രയുണ്ട്? ക്യാൻസ് എത്രയുണ്ട്? ക്യാൻസ് 4. താഴെ ഉണ്ട്, മുകളിലുണ്ട്. അതും കിട്ടി. അത് കിട്ടിയോ? ഇതൊക്കെ ചോദ്യം കിട്ടി. 2 + 2 4. ആൻഡ് മോളർ എത്രയാ? മോളർ 8. അതിൽ വീണ്ടും ചോദ്യം. ഫസ്റ്റ് മോളർ എപ്പോ വരും? ഫസ്റ്റ് മോളർ എപ്പോഴാ ഇറപ്റ്റ് ചെയ്തത്? ഫസ്റ്റ് മോളർ എപ്പോഴാണ് ഇറപ്റ്റ് ചെയ്തത് വരുന്നത്? 13 മുതൽ 18 മാസം അല്ലേ? 13 മുതൽ 18 മാസം. സെക്കൻഡ് മോളർ എപ്പോൾ ഇറപ്റ്റ് ചെയ്യും? സെക്കൻഡ് മോളർ എപ്പോൾ ഇറപ്റ്റ് ചെയ്യും? 25 തൊട്ട് 33 മാസത്ത്. എപ്പോ ഷഡ് ചെയ്യും? മോളർ എപ്പോ ഷഡ് ചെയ്യും? 9 മുതൽ 12 വയസ്സാകുമ്പോ മോളർ അങ്ങ് ഷഡ് ചെയ്യും. ഇത്രയും പഠിച്ചു. നമുക്ക് എക്സാമിന് ചോദിക്കുന്നതാണ് ഇത്. ഇറപ്ഷൻ ചോദിക്കാറുണ്ട് എപ്പോഴും. എക്സാമിന് ഇറപ്ഷൻ എന്ന വാക്ക് മറക്കരുത്. അതുകൊണ്ട് തന്നെ സീക്വൻസ് ഓഫ് ഇറപ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എപ്പോഴും സീക്വൻസ് ഓഫ് ഇറപ്ഷൻ ചോദിക്കാറുണ്ട്. പഠിക്കാമോ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എപ്പോഴും ചോദിക്കാറുണ്ട്. സ്റ്റാർട്ട് ചെയ്യാമോ? ആദ്യം ഏതാ സീക്വൻസ് ഓഫ് ഇറപ്ഷൻ? ഫസ്റ്റ് ഏതാ? ഇൻസിസസ് ആണോ? ഇൻസിസസ് ആണോ? ഐ ആം സി എം എന്താ? ഐ ആം സി എം എന്താ? ഒരു ചെറിയ കോഡാണ്. ഐ എം സി എം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇൻസിസേഴ്സും പിന്നെ അത് പോകുന്ന ഫസ്റ്റ് മോഡർ ആണോ? ഇൻസിസേഴ്സ് കഴിഞ്ഞതുപോലെ ഇൻസിസേഴ്സ് കഴിഞ്ഞതുപോലും മോളർ അല്ലേ? ഫസ്റ്റ് മോളർ പിന്നെ എന്താ? ഇൻസിസേഴ്സ് പോകും, ഫസ്റ്റ് മോളർ പോകും. ക്യാൻസ് ഉണ്ടോ? ക്യാൻസ് പോകാറുണ്ടോ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ ചോദിക്കും. ഫസ്റ്റ് ഏതാ? ഇൻസിസേഴ്സ് പോകും, ഫസ്റ്റ് മോളാർ പോകും, പിന്നെതാ ക്യാൻസ് പോകും, പിന്നെതാ സെക്കൻഡ് മോളാർ പോകും. സെക്കൻഡ് മോളാർ പോകുമോ? പോകും അല്ലേ? സോ ഏതൊക്കെയാ സീക്വൻസ് ഓഫ് ഇറപ്ഷൻ? ഏതൊക്കെയാ സീക്വൻസ് ഓഫ് ഇറപ്ഷൻ ചോദിക്കുക? ഏതൊക്കെയാ എക്സാമ്പിൾ ചോദിക്കുകയാണ്. ആദ്യം ഇൻസിസേഴ്സ് പോകും, ഫസ്റ്റ് മോളർ പോകും, ക്യാൻസ് ഉണ്ടോ? ക്യാൻസ് ഉണ്ടോ? ക്യാൻസ് പോലെ ഇൻസിസസും ഫസ്റ്റ് മോളറും ക്യാൻസും സെക്കൻഡ് മോളർ എപ്പോഴും പോകുന്ന സീക്വൻസ് അല്ലേ? ശരി, അതല്ലേ? പല്ല് പോകുന്ന ഏതൊക്കെയാ? ഐ എം സി എം അല്ലേ? ഐ ആം സി എം. പഠിക്കുക കോഡ്. കോഡ് പഠിക്കോ? ഐ ആം സി എം. ഞാൻ സി എം.
പഠിക്കോ? ആർക്കോ പഠിക്കോ? ഫസ്റ്റ് പോകുന്ന ഏതാ അപ്പൊ? ഫസ്റ്റ് പോകുന്ന പല്ലേതാ? ഇൻസിസർ അല്ലേ? ഇൻസിസർ. സെക്കൻഡ് ഏതാ? മോളർ. പിന്നെ ഏതാ? ക്യാൻസർ വരും. ക്യാൻസർ വരും, സെക്കൻഡ് മോളർ വരും, മോളാറും വരില്ലേ? ഇത്രയും ക്ലിയറായി? ഇതുവരെ പറഞ്ഞ കാര്യം ക്ലിയറായി? വല്ലതും മനസ്സിലായോ? കള്ളം പറയില്ലേ? കള്ളം പറയരുത്. മനസ്സിലായോ? ആർക്കെങ്കിലും ഇതിലുള്ള റെക്കോർഡ് ഉണ്ടെങ്കിലും ആ റെക്കോർഡ് ക്ലാസ് ആർക്കും കിട്ടാണ്ടോ? ഇല്ലല്ലോ. ആർക്കില്ലല്ലോ. ഇന്ന് വന്ന ആൾക്കാർക്കായാലും നാളെ വരാൻ പോകുന്ന ആൾക്കാർക്കായാലും അടുത്ത ആഴ്ച വരാൻ പോകുന്ന ആൾക്കാർക്കായാലും റെക്കോർഡ് ഉണ്ടോ? ഇന്നലെ വന്ന ആൾക്കാർക്കല്ല, ഇന്ന് വന്ന ആൾക്കാർക്കും നാളെ വരാൻ പോകുന്ന ആൾക്കാർക്കും അടുത്ത ആഴ്ച വരാൻ പോകുന്ന ആൾക്കാർക്കും റെക്കോർഡ് കിട്ടിയോ? കിട്ടി. ആ പല്ലുണ്ടോ? പല്ലുണ്ടെങ്കിൽ 5 ബ്രേക്ക് എടുക്കട്ടെ. പല്ലുണ്ടെങ്കിൽ 5 ബ്രേക്ക് എടുക്കട്ടെ. ഇവർ എക്സാം കഴിയുമ്പോഴേ എനിക്ക് പല്ല് തരണം പാഴ്സലായിട്ട്. നിങ്ങൾ പേരെഴുതി പല്ല് പാഴ്സൽ ചെയ്ത് തരണം പേര് കേട്ടോ. എക്സാം പാസ്സാകുമ്പോഴേ ഒരു പല്ല് പാഴ്സലായിട്ട് പേരെഴുതി ചെറിയൊരു ബോക്സ് ആയിട്ട് സൂക്ഷിക്കാൻ വേണ്ടി തരണം കേട്ടോ. തരുമോ? എക്സാം പാസ്സാകുമ്പോൾ ഒരു പല്ല് ചെറിയ ബോക്സ് ആക്കി ഇത് വാക്സ് ഒക്കെ വെച്ച് പാസ്സാണെങ്കിൽ ഹസ്ബൻഡ്. ആ ഹോറോസ്കോപ്പി ഉണ്ട്. ഹോറോസ്കോപ്പി ചെയ്തിട്ടുണ്ട്. എന്നെ ഇനി വയ്ക്കാം കേട്ടോ. ഒരു ഹോറോസ്കോപ്പി വെച്ചേക്കട്ടോ. ഹോറോസ്കോപ്പി കുപ്പി വയ്ക്കാം. 1000 പടി തികയില്ല. 1000 പടി നിറയെ കുപ്പിക്കകത്ത് ഒരു 10 കുപ്പി വേണം. 1000 പല്ല് 10 കുപ്പിക്കകത്ത് വേണം. പാസ്സായില്ലെങ്കിൽ ഹസ്ബൻഡ് അടിച്ചിളക്കും അല്ലേ? പാസ്സായില്ലെങ്കിൽ ഹസ്ബൻഡ് അടിച്ചിളക്കും. തോറ്റാൽ കുട്ടികൾ അടിച്ചിളക്കും അല്ലെ? കുട്ടികൾ 2, 3, 5 വയസ്സ് കുട്ടികൾ അമ്മ തോറ്റെന്ന് കരുതിയാൽ പല്ലടിച്ചിളക്കും. തോറ്റാൽ പിള്ളേർ അടിച്ചിളക്കും. അവര് പാസ് സ്കൂളിലൊക്കെ. അമ്മ തോറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ പിള്ളേർ അടിച്ചിളക്കും. അവസ്ഥ വേണോ? സോ 5 minutes ബ്രേക്ക്. ഓടിപ്പോയിട്ട് ഓടിവ. അതിൽ നിന്ന് 10 മണിയുടെ 10:55 ഓക്കെ.
കഥാടക്കാൻ പോയി. സ്റ്റഡിയം യെസ്. The sequence of eruption എന്താ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എന്താ? കുട്ടികൾ ഫസ്റ്റ് സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എന്താ? ആദ്യം ഒരു പല്ലേതാ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എങ്ങനെയാ? ഇൻസിസസ്, പിന്നെന്താ മോളാർ, പിന്നെ കാനൻസ് ആണോ? ഇൻസിസസും മോളാർസും കാനൻസും ആൻഡ് ഇതാ പിന്നെ ഏതാ? സെക്കൻഡ് മോളർ ആണോ? സെക്കൻഡ് മോളർ ആണോ? ഫസ്റ്റ് ഇൻസിസസും പിന്നെ ഫസ്റ്റ് മോളാറും പിന്നെന്താ കാനൻസും സെക്കൻഡ് മോളർ അല്ലേ? അതല്ലേ പല്ല് വേർഡ് സീക്വൻസ്? അതല്ലേ പല്ല് വേർഡ് സീക്വൻസ്? പറഞ്ഞേ പല്ല് വേർഡ് സീക്വൻസ് ഇതാ. പല്ല് വരുന്ന സീക്വൻസ് ഇതാ. ചോദ്യം വരും, പല്ല് വേർഡ് സീക്വൻസ് ഇതാ. പറയാൻ വയ്യ. I am CM ആണോ? I am CM ആണോ? I am CM. ഇനി അതേ ടീത്ത് ഇല്ലേ? അതേ ടീത്ത് ഷെഡ് ചെയ്ത സീക്വൻസ് ഉണ്ടോ? അതേ ടീത്ത് ഷെഡ് ചെയ്ത സീക്വൻസ് ഉണ്ടോ? ഇല്ല. ഉണ്ടോ? ഉണ്ടോ? ഇല്ലല്ലോ. ആ ടീത്ത് വരുന്ന സീക്വൻസ് ഉണ്ടെങ്കിലും ആ ടീത്ത് ഷെഡ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടോ? ടീത്ത് ഷെഡ് ചെയ്യുന്ന സീക്വൻസ് ഉണ്ടോ? ഇല്ലല്ലോ. ദ ടീത്ത് വരുന്ന സീക്വൻസ് ഉണ്ട്, പക്ഷേ ദ ടീത്ത് ഷെഡ് ചെയ്ത സീക്വൻസ് ഉണ്ടോ? ദ ടീത്ത് ഷെഡിങ് നടക്കുന്ന സീക്വൻസ് ഉണ്ടോ? ദ ടീത്ത് വരുന്ന പറഞ്ഞു, പക്ഷെ ടീത്ത് ഷെഡ് ചെയ്ത സീക്വൻസ് ഉണ്ടോ? എസ് എങ്കിൽ എസ് പറയുക, നോ പറയാം. ദ ടീത്ത് വരുന്ന സീക്വൻസ് പറഞ്ഞു, പക്ഷെ ദ ടീത്ത് ഷെഡ് ചെയ്ത സീക്വൻസ് ഉണ്ടോ? ഇല്ല. പക്ഷേ ദ ടീത്തിൽ ഏറ്റവും അവസാനം പോകുന്ന പല്ലേതാ? ദ ടീത്തിൽ ഏറ്റവും ലാസ്റ്റ് പോകുന്ന പല്ലേതാ? അത് നിങ്ങൾക്കറിയാം. ദ ടീത്തിൽ ഏറ്റവും അവസാനം പോകുന്ന പല്ലേതാ? സെൻട്രൽ മോളാർ ആണോ? ദ ടീത്തിൽ ഏറ്റവും അവസാനം പോകുന്ന പല്ലേതാ? ടീത്തിലെടുക്കുമ്പോൾ ഏറ്റവും അവസാനം പോകുന്ന പല്ലേതാ? സെൻട്രൽ മോളാർ ആണോ?
ടീത്തിൽ ഏറ്റവും അവസാനം പോകുന്ന പല്ല് ഏതാ? സെൻട്രൽ മോളാർ കേട്ടോ. ചോദ്യം സ്ഥലമാണ്, മറക്കരുത്. ചോദ്യം എപ്പോഴും മറക്കരുത്. മറക്കോ? മറക്കില്ല എങ്കിൽ വീണ്ടും ചോദിക്കാം. ദ പ്രൈമർ ടീത്ത് ഇതാ. ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പ്രൈമർ ടീത്ത് ഇതാ. ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പ്രൈമറി ടീത്ത് പേരെന്താ? ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പ്രൈമറി ടീത്തിന്റെ പേരെന്താ? ഇൻസിസസ് ആണോ? ഫസ്റ്റ് വരുന്ന പ്രൈമറി ടീത്ത് ഏതാ? അതാണ് കേരള P6 ചോദ്യം. ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പ്രൈമറി ടീത്ത് ഏതാ? ഇൻസിസസ് ആണ്. ആദ്യം ടീത്ത്. ഈ ഒരു ചോദ്യം നിങ്ങൾ പലരും കേരള PSC എക്സാമിന്റെ പ്രീവിയസ് എക്സാം കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും എഴുതിയപ്പോൾ ഈ ഒരു ചോദ്യം കണ്ടുണ്ടോ? ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പ്രൈമറി ടീത്ത് പ്രീവിയസ് ചോദ്യമാണ്. ഏതാ? ദ സെൻട്രൽ ഇൻസിസസ് അല്ലേ? സെൻട്രൽ ഇൻസിസസ് അല്ലേ? നോക്കിയടെ സെൻട്രലുള്ള ആണോ? ഇതാണോ സെൻട്രൽ? ഉണ്ടോ? നോക്കിയാൽ സെൻട്രൽ ഭാഗത്ത് വരുന്ന ഇൻസിസസ് അല്ലേ? ആദ്യം വരുന്ന രണ്ട് പല്ലതല്ലേ കുഞ്ഞെ? ആദ്യം വരുന്ന രണ്ട് പല്ലതല്ലേ? താഴെ മുകളിലോട്ട് നാലെണ്ണം, ഏറ്റവും മേളിൽ രണ്ട്, താഴെ രണ്ട്. ഉണ്ടോ? ആദ്യം വരുന്ന രണ്ട് പല്ലേതാ? ആദ്യം വരുന്ന രണ്ട് പല്ലതാ. ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന രണ്ട് പല്ലതാ? എന്താ? പ്രൈമറി ഇൻസിസസ് അല്ലേ? എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട് കേട്ടോ. എക്സാമിന് ചോദ്യം ചോദിക്കാറുണ്ട്. അറിയില്ലേ? ഈ പറഞ്ഞ എന്റെ കുട്ടികളുള്ളവർക്കറിയാം. കുട്ടികൾ ഉള്ളവർക്കറിയാം. ഇവർ ഫസ്റ്റ് പല്ല് ഫസ്റ്റ് പല്ല് അതല്ലേ? ഫസ്റ്റ് രണ്ട് പല്ല് വരുന്ന ആദ്യം രണ്ട് പല്ലല്ലേ വരുന്നത്? അതുമല്ല, പ്രൈമറി അല്ലേ? സെൻട്രൽ ഇൻസിസസ് അല്ലേ? അതായിരുന്നു കേരള PSC എക്സാം പ്രീവിയസ് ചോദ്യം. മറക്കരുത്. ഫസ്റ്റ് വരുന്ന രണ്ട് പല്ല് ഏതാ? സെൻട്രൽ ഇൻസിസസ് അല്ലേ? അപ്പോൾ ടോട്ടൽ എത്ര പ്രൈമറി പല്ലുണ്ട്? ടോട്ടൽ എത്ര പ്രൈമറി ടീത്ത് ഉണ്ട്? അത് ചോദിക്കാം. ടോട്ടൽ എത്ര പ്രൈമറി പല്ലുണ്ട്? 20 പല്ല് കേട്ടോ. 20 ടീത്ത് ഉണ്ടോ? ടോട്ടലായിട്ട് 20 പ്രൈമറി ടീത്ത് ഉണ്ട്. 20 പ്രൈമറി ടീത്ത് എപ്പോഴും 20 ഉണ്ട്. അല്ലെങ്കിൽ ദ മിൽക്ക് ടീത്ത്, പ്രൈമറി അല്ലെങ്കിൽ ദ മിൽക്ക് ടീത്ത് എന്ന് എത്രയുണ്ട്? എത്ര എണ്ണം? 20 അല്ലേ? ആദ്യം പറഞ്ഞു മറ്റു പേരെന്താ? ആദ്യമേ പറഞ്ഞു പ്രൈമറിയുടെ മറ്റു പേരെന്തൊക്കെയാ? പ്രൈമറി ടീത്തിന്റെ മറ്റു പേരെന്തൊക്കെയാ? ഒന്ന് മിൽക്കും, മറ്റെന്താ? അനദർ നെയിം എന്താ? മിൽക്കും, അതുപോലെ എന്താ? ടെമ്പററി അല്ലേ? മിൽക്കും പ്രൈമറി ടെമ്പററി അല്ലേ? മിൽക്കും പ്രൈമറി ടെമ്പററി എത്രയുണ്ട്? 20 എണ്ണം ഉണ്ടല്ലേ? 20 അല്ലേ? അതിൽ ചോദ്യങ്ങൾ കൂടെ പറഞ്ഞുതരാം. ഏറ്റവും ആദ്യം ഇറപ്റ്റ് ചെയ്യുന്ന ടീത്ത് ഏതാ? ഏറ്റവും ആദ്യം ഇറപ്റ്റ് ചെയ്യുന്ന ടീത്ത് ഏതാ? അതാ ചോദ്യം. ഏറ്റവും ആദ്യം ഇറപ്റ്റ് ചെയ്യുന്ന ടീത്ത് ഇൻസിസസ് ആണ്. അല്ലാതെ മോളാർ അല്ല, പ്രീമോളാർ അല്ല, ക്യാൻസ് ഒന്നുമല്ല. ഇൻസിസസ് ഫസ്റ്റ് ഇറപ്റ്റ് പല്ല് ഫസ്റ്റ് ഇറപ്ഷൻ വരുന്ന പല്ല് ഇൻസിസസ് ആണ്. ടെമ്പററി 20 ആണെങ്കിലേ പെർമനന്റ് ടെമ്പററി 20 ആണെങ്കിൽ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം പെർമനന്റ് കാര്യമാണ്. ടെമ്പററി 20 ആണെങ്കിൽ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം പെർമനന്റ് ആണ്. എത്രയാണ് പെർമനന്റ്? ടെമ്പററി പഠിച്ചു കഴിഞ്ഞു, എല്ലാ ടെമ്പററിയും പഠിച്ചു കഴിഞ്ഞു. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന കാര്യം പെർമനന്റ് കാര്യമാണ്. പെർമനന്റ് എത്രയുണ്ട്? 32 അല്ലേ? 32 ഉണ്ടോ? എവിടെ? കാലങ്ങൾ പോകും തോറും ഓരോ പല്ലും വീഴാറുണ്ട്. ഉണ്ടോ? ഇറങ്ങില്ല. സത്യം ഉണ്ടോ? ഇറങ്ങില്ല. ഉണ്ടോ? ഇല്ല. ഉണ്ടോ? 32 എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഇൻസ് എത്രയുണ്ട്? ഇൻസിസ് എത്രയുണ്ട്? 4 വെച്ച് എത്ര ഉണ്ടായിരിക്കും? 4 വെച്ച് 8 അല്ലേ? 32 എന്ന് പറയുമ്പോൾ നേരത്തെ ഇൻസ് പറഞ്ഞ 4 വെച്ച് 8 ഉണ്ട്. അത് കഴിഞ്ഞ് ക്യാൻസർ ഉണ്ട്. ക്യാൻസർ മറ്റേപോലെ തന്നെ താഴെ മുകളിലും 2 ഉണ്ടോ? 4 8 4 12 ആയി. ബാക്കി എന്ത് പറയാം?
ബാക്കി എന്ത് പറയല്ലേ, ബാക്കി എന്ത് പറയും? അത് കഴിഞ്ഞതാണ് ക്യാനൻസും. ഇനിയുണ്ട് പ്രീമോളർ ഉണ്ട്. പ്രീമോളർ എത്ര ഉണ്ടായിരിക്കും? 8 പ്രീമോളർ. 8 പ്രീമോളർ ഉണ്ടോ? 8 പ്രീമോളർ 4 മുകൾ 4 താഴെ, 4 മുകൾ 4 താഴെ, 8 ഉണ്ടോ? അടുത്തത് മോളാർ അല്ലേ? മോളാർ മൊത്തം എത്ര ഉണ്ടായിരിക്കും? 6 മാറും 12 ഉണ്ടോ? മോളാർ മുതൽ 6 മാറും 12 അല്ലേ? ചോദിക്കും. 6 മാറും 12 ഉണ്ട്, മറക്കരുത്. പക്ഷെ ഇവിടുത്തെ ഇതൊരു എക്സാമിൽ ചോദ്യം ഇതൊന്നുമല്ല. ഇവിടുത്തെ എക്സാമിൽ ചോദ്യം ഇതൊന്നുമല്ല. അത് പറഞ്ഞു എക്സാമിലെ ചോദ്യം ഇതൊന്നുമല്ല. കണ്ടു കാണാം. എന്ത് തേർഡ് മോളാറിന്റെ മറ്റൊരു പേരെന്താ? അതാണ് ചോദ്യം. ഇതുവരെയായിട്ട് ഈ ഒരു തെറ്റിയിൽ നിന്നും ഈ ഒരു ചോദ്യം സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. DMEക്ക് മാത്രം ഈ ഒരു ചോദ്യം എപ്പോഴും ചോദിക്കാറുണ്ട്. തേർഡ് മോളാറിന്റെ പറയുന്ന മറ്റൊരു പേരെന്താ? തേർഡ് മോളാറിനെ പറയുന്ന മറ്റൊരു പേരെന്താ? വിസ്ഡം ടീത്ത്. തേർഡ് മോളാറിനെ പറയുന്ന മറ്റൊരു പേരെന്താ? വിസ്ഡം ടീത്ത് അല്ലേ? നല്ല പ്രായമാവുന്നതാണോ? നല്ല പ്രായം ആകുമ്പോൾ വരുന്ന പല്ലാണോ തേർഡ് മോളാർ? നല്ല പ്രായം ആകുമ്പോൾ വരുന്ന പല്ലാണോ? ആണോ? വിസ്ഡം ടീത്ത് ആണോടെ? ആലോചിക്കേ. പ്രായമാകും തോറും വരുന്ന പല്ലാണോ അത്? വിസ്ഡം ടീത്ത് എപ്പോഴും പ്രായമാകും തോറും അവിടെ നിന്ന് മുളച്ചു വരുന്ന പല്ലാണോ? വിസ്ഡം ടീത്ത് പ്രായമാകുമ്പോൾ മുളച്ചു വരുന്ന പല്ലാണോ? ആണോ? ആണോടെ? അല്ലേ? നിങ്ങൾ പറയാറുണ്ട് എപ്പോഴും എനിക്ക് പല്ല് വരാറുണ്ട് അല്ലേ? ആരെങ്കിലും എപ്പോൾ പറയാറുണ്ടോ എനിക്ക് പല്ല് മുളച്ച് വരുന്ന പോലെ തോന്നാറുണ്ടോ? പറയാറുണ്ടെങ്കിൽ ആരെങ്കിലും എപ്പോഴെങ്കിലും ഒരു പല്ല് വരുന്ന പോലെ തോന്നുന്നുണ്ട്? എപ്പോഴെങ്കിലും ഏതെങ്കിലും വർഷത്തിൽ പറഞ്ഞുണ്ടോ? ആരെങ്കിലും എപ്പോഴും ഒരു പല്ല് വരുന്ന പോലെ തോന്നുന്നുണ്ട്, ഒരു പല്ല് മുളച്ച് വരുന്നുണ്ട്? അതെന്ത് രീത? അത് വിസ്ഡം ടീത്ത് അല്ലേ? 18 വയസ്സ് 50 ഇവിടെ. ഞാൻ മറന്നുപോയി, ഞാൻ പ്രായം മറന്നു കേട്ടോ. നിങ്ങൾ പ്രായം മറന്നുപോയി. 30, 38. അല്ല വയസ്സായോ? ഞാൻ വിചാരിച്ചപ്പം ചെറിയ പ്രായമാണ്. അതാ പറഞ്ഞു കേട്ടോ. 18 വയസ്സാകുമ്പോൾ എന്ത് വരാറുണ്ട്? വിസ്ഡം ടീത്ത് വരാറുണ്ട്. ഞാൻ എപ്പോഴും മറന്നു പറയാറുണ്ട് കേട്ടോ. എപ്പോഴും മറന്നു. നിങ്ങൾ ഈ പറഞ്ഞ വയസ്സായ കാര്യം മറന്നു പറയാറുണ്ട്. ഇപ്പൊ വയസ്സായോ ഇവിടെ? വയസ്സായോ? 21. ഈ ചിങ്ങത്തിൽ പ്രായപൂർത്തി ഉണ്ടോ? വരാൻ പോകുന്ന ചിങ്ങത്തിൽ 18, 20, 21 അവറുണ്ട്, അറിവുണ്ടോ? വരുന്ന ചിങ്ങത്തിൽ 18, 21 അറിവുണ്ടോ? ആകാത്ത ആൾക്കാർക്ക് പ്രായമാകാൻ പറ്റുന്ന പല്ലേതാ? പ്രായമാകുമ്പോൾ വരുന്ന പല്ലേതാ? വിസ്ഡം അല്ലേ? വിസ്ഡം ടീത്ത്. മറക്കരുത്. എക്സാമ്പിൾ ചോദിക്കും. ചോദ്യം കൂടെ പറഞ്ഞുതരാം. സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എന്താ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എക്സാമിന് ചോദിക്കും. സീക്വൻസ് ഓഫ് ഇറപ്ഷൻ എക്സാം ചോദിക്കും. ഫസ്റ്റ് പല്ലേതാ? ആദ്യം വരുന്ന പല്ലേതാ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ ചോദിക്കും. ഏതാ? ഫസ്റ്റ് ചോദിക്കും. ഇമ്പോർട്ടൻ്റ്. IMCM പറഞ്ഞ കുട്ടികളിലാണോ? IMCM കുട്ടികളിലാണോ? ഇനി വേറെ സീക്വൻസ് ഉണ്ടോ? വേറെ ഇറപ്ഷൻ ഉണ്ടോ? സീക്വൻസ് ഓഫ് ഇറപ്ഷൻ വേറെ ഉണ്ടോ? വേറെ സീക്വൻസ് ഉണ്ടോ? ആലോചിച്ച് നോക്കിയേ. ആദ്യം മോളാറും പിന്നെ ഇൻസിസസും പ്രീമോളാറും ക്യാനൻസും സെക്കൻഡ് മോളാറും വരുന്ന ഉണ്ടോ? വേറെ ഉണ്ടോ? അഡൽട്ടുണ്ടോ? ഉണ്ടോ? ആലോചിച്ച് പറയുക. ഉണ്ടോ? പെർമനന്റ് ടീത്ത് വരുമ്പോൾ ഒരു സീക്വൻസ് ഉണ്ടോ? ആദ്യം കുട്ടികൾ പറഞ്ഞെങ്കിൽ പെർമനന്റ് ആകുമ്പോൾ സീക്വൻസ് വേറെ ഉണ്ടോ? കുട്ടികൾ ആദ്യം പറഞ്ഞെങ്കിൽ പെർമനന്റ് ആകുമ്പോൾ വേറെ സീക്വൻസ് ഉണ്ട് പഠിക്കാൻ. ഉണ്ട്.
ആദ്യം ഏത് വരും? ആദ്യം മോളാർ വരില്ലേ? ഫസ്റ്റ് വരുന്ന പല്ല് ഏതാ? മോളാറല്ലേ? മോളാറല്ലേ? പിന്നെ ഏതാ? ഇൻസിസസ് ഉണ്ട്, പിന്നെ ഏതാ? പ്രീമോളാർ ഉണ്ട്, കാനൻസ് ഉണ്ട്, സെക്കൻഡ് മോളാറും, പിന്നെ തേർഡ് മോളാർ വരല്ലേ? ആദ്യം മോളാർ വരും, പിന്നെ ഇൻസിസസ് വരും, പിന്നെ പ്രീമോളാർ, പിന്നെ എന്ത് വരും? സെക്കൻഡ് മോളാറും തേർഡ് മോളാറും വരാറില്ലേ? വരാറില്ലേ? ഇത് ടെമ്പററി ആണോ പെർമനന്റ് ആണോ? ഞാൻ ഈ പറഞ്ഞല്ല ടെമ്പററി പെർമനന്റ് ആണോ? ഫസ്റ്റ് മോളാറും ഇൻസിസസും പ്രീമോളാറും കാനൻസും സെക്കൻഡ് മോളാറും തേർഡ് മോളാറും വരുന്നത് പെർമനന്റ് ആണോ ടെമ്പററി ആണോ? ഫസ്റ്റ് പറഞ്ഞ ആദ്യം പഠിച്ചത് ടെമ്പററി, ഇതേതാ? പെർമനന്റ് അല്ലേ? പെർമനന്റ് അല്ലേ? പെർമനന്റ് അല്ലേ? എങ്കിൽ ചോദ്യം വരും, ഏറ്റവും ആദ്യം വരുന്ന പെർമനന്റ് ടീത്ത് ഏതാ? ഏറ്റവും ആദ്യം വരുന്ന പെർമനന്റ് ടീത്ത് ഏതാ? കണ്ടു പറഞ്ഞേ ഏറ്റവും ആദ്യം വരുന്ന പെർമനന്റ് ടീത്ത് ഏതാ? ഫസ്റ്റ് മോളാർ. ഫസ്റ്റ് മോളാർ മറക്കരുത്. ഏറ്റവും ആദ്യം വരുന്ന പെർമനന്റ് ടീത്ത് ഏതാ? ഫസ്റ്റ് മോളാർ. മറക്കരുത്, ചോദ്യം വരും. വളരെ ഇമ്പോർട്ടന്റ്, പഠിക്കില്ല. കാരണം ടെമ്പററിയും പെർമനന്റും വിട്ടുപോകാറുണ്ട്. ഏറ്റവും ആദ്യം വരുന്ന പെർമനന്റ് ടീത്ത് ഏതാ? കമന്റ് ചെയ്യുക ആൻസർ. ഏറ്റവും ആദ്യം വരുന്ന പെർമനന്റ് ടീത്ത് ഏതാ? ഏതാ? കാനൻസ് ആണോ? മോളാർ ആണോ? ഫസ്റ്റ് മോളാർ ആണോ? ഫസ്റ്റ് മോളാർ. ആൻസർ പറയും. ഫസ്റ്റ് മോളാർ. ഫസ്റ്റ് മോളാർ. ഫസ്റ്റ് മോളർ ആദ്യം വരും അല്ലേ? ഫസ്റ്റ് മോളർ ആദ്യം വരും, പിന്നെ ആര് വരും? ഫസ്റ്റ് മോളർ കഴിഞ്ഞാൽ ആര് വരും? ഫസ്റ്റ് മോളർ കഴിഞ്ഞ ആര് വരും? ഫസ്റ്റ് മോളറും പിന്നെ ആര് വരും? ഇൻസിസസ് അല്ലേ? ഫസ്റ്റ് മോൾ കഴിഞ്ഞ സെക്കൻഡ് വരും ഇൻസിസസ് വരും അല്ലേ? ഫസ്റ്റ് മോൾ കഴിഞ്ഞ പിന്നെ ഇൻസിസസ് വരും, പിന്നെ വരും, പിന്നെയാണ് കാനൻസ് വരുന്നത് അല്ലേ? ഫസ്റ്റ് മോൾ കഴിഞ്ഞാൽ പിന്നെ വരും പ്രീമോളർ അല്ലേ? ഫസ്റ്റ് മോളർ ശേഷം ഇൻസിസസും പിന്നെ പ്രീമോളർ അല്ലേ? ആലോചിക്ക്. ഫസ്റ്റ് മോളാറിന് ശേഷം ഇൻസിസസ് പിന്നെ പ്രീമോളാർ അല്ലേ? ഫസ്റ്റ് മോളാറിന് ശേഷം ഇൻസിസസ് പിന്നെ പ്രീമോളാർ അല്ലേ? പ്രീമോളാർ അല്ലേ? ആ ശേഷം വരും. ശേഷമല്ലേ ക്യാൻസ് വരുന്നത്? ശേഷമല്ലേ ക്യാനൻസും പിന്നെ ആരാ? സെക്കൻഡ് മോളാറും ഫൈനലി മോളർ പഠിച്ചല്ലേ? സെക്കൻഡ് മോളറും മോളറും വരുന്നത് അവസാനമല്ലേ? സോ പെർമനന്റിനകത്ത് ഫസ്റ്റ് വരുന്ന ആരാ? പെർമനന്റ് ടീത്തിനകത്ത് ഫസ്റ്റ് വരുന്ന ആളുടെ പേരെന്താ? ഫസ്റ്റ് ആരാ? ഫസ്റ്റ് മോളർ. സെക്കൻഡ് ആരാ? ഇൻസിസസ്. തേർഡ് ആരാ? പ്രീമോളർ. പിന്നെ വരും കാനൻസ്. അത് കഴിഞ്ഞാലോ സെക്കൻഡ് മോളാറും തേർഡ് മോളാറും. അത് കഴിഞ്ഞാൽ സെക്കൻഡ് മോളാറും തേർഡ് മോളാറും. അങ്ങനെയാണെങ്കിൽ ചോദ്യം കേരള PSC എക്സാം ചോദ്യം ഇതാണ്: ഏറ്റവും ആദ്യം വരുന്ന ടീത്ത് ഏതാ? ടീത്ത് ഓപ്ഷൻ കഴിഞ്ഞാൽ ഫസ്റ്റ് വരുന്ന ടീത്തിന്റെ പേരെന്താ? അതാണ് കേരള PSC എക്സാം ചോദ്യം. ഫസ്റ്റ് ടീത്ത് ഓപ്ഷൻ പെർമനന്റ് ആരാ? പെർമനന്റിനകത്ത് ഫസ്റ്റ് ആരാ? ടീത്ത് ഓപ്ഷൻ കഴിഞ്ഞാൽ പെർമനന്റ് ടീത്തിന് ആര് വരും? ഫസ്റ്റ് മോളാർ. സെക്കൻഡ് ആരാ? ഇൻസിസസ്. തേർഡ് ആരാ? പ്രീമോളർ. ഫോർത്ത് ആരാ? കാനൻസ്. ഫിഫ്ത്ത് ആരാ? അഞ്ചാമത്തെ ആരാ? മോളാറും പ്രീമോളർ. വ്യത്യാസം മറക്കും. ഇത് പഠിക്കില്ല ആരും. ഇത് കുഞ്ഞെ സത്യം പറയല്ലോ, ഞാൻ ഒരു കള്ളം പറയാറില്ല. ഇതാരും പഠിക്കും? ആരെങ്കിലും പഠിക്കരുത്. ഈ വ്യത്യാസം പഠിക്കും. നിങ്ങളാണെങ്കിൽ വ്യത്യാസം
ലാസ്റ്റ് സമയം പഠിക്കും. ലാസ്റ്റ് നിമിഷമാണെങ്കിൽ ഈ വ്യത്യാസം പഠിക്കും. വ്യത്യാസം ഇല്ല, പഠിക്കില്ല. ഇപ്പൊ നിന്റെ ക്ലാസ്സിലെങ്കിലേ എന്റെ ക്ലാസ് ഇല്ലാത്ത സമയത്താണെങ്കിൽ സ്വന്തമായി ബുക്ക് എടുത്ത് വായിച്ച് പഠിക്കരുത്. സ്വന്തമായ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ച് പഠിക്കരുത്. സ്വന്തമായ ഒരു ടെക്സ്റ്റ് ബുക്ക് വായിച്ചാൽ പഠിക്കുമോ? ഇല്ല, പഠിച്ചാൽ മനസ്സിലാവില്ല. ഇതിനകത്ത് ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പെർമനന്റ് ചെയ്തതാണ്. ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പെർമനന്റ് ചെയ്തതാണ്. ഫസ്റ്റ് മോളാറല്ലേ? ഇതിനകത്ത് ഫസ്റ്റ് ഇറപ്റ്റ് ചെയ്യുന്ന പെർമനന്റ് ചെയ്ത ഫസ്റ്റ് മോളർ അല്ലേ? യെസ്. ടീത്ത് ക്ലിയർ ആയോ? ടീത്ത് ക്ലിയർ ആയോ? എങ്കിൽ കേരള PC എക്സാം ചോദ്യം പറയട്ടെ. കുഞ്ഞുങ്ങളിൽ ടെമ്പർ ടീത്തിൽ ഫസ്റ്റ് വരുന്ന ഏറ്റവും ആദ്യം വരുന്ന ടീത്ത് ഏതാ? ഉത്തരം പറഞ്ഞാൽ അടുത്തതിൽ പോവാം. കുഞ്ഞുങ്ങളിൽ ടെമ്പററി ആയിട്ട് വരുന്ന ഫസ്റ്റ് ഏതാ? ഇൻ സെൻട്രലായിട്ട് ഇൻ സിസേഴ്സ്. അഡൽട്ടിൽ വരുന്ന ഫസ്റ്റ് വരുന്ന പല്ലേതാ? ഫസ്റ്റ് മോളർ. അഡൽട്ട് ആണെങ്കിൽ ഫസ്റ്റ് എപ്പോഴും എന്താ? ഫസ്റ്റ് മോളർ. ഇനി ക്ലിയർ ആയല്ലോ? മനസ്സിലായി? ഞാൻ ഒരേ കാര്യം സ്റ്റോപ്പ് ചെയ്ത് ഫസ്റ്റ് പറയാണ്. അത് ചാപ്റ്റർ നോക്കാമോ? ഹെഡിങ് ഉണ്ടല്ലോ. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ? ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ്. എന്ന് വേണോ നാളെ വേണോ? ഇന്ന് വേണോ നാളെ വേണോ? The next chapter is the developmental milestones. ഇന്ന് വേണോ നാളെ വേണോ? അത് ഞാനിത് റെക്കോർഡ് ചെയ്ത് ടുമോറോ ഒരു 2 PM തരട്ടെ. അതോ ഈ ഒരു ചാപ്റ്റർ ഞാൻ റെക്കോർഡ് ചെയ്ത് ടുമോറോ ഒരു 2 PM പഠിക്കൂ. 2 PM പഠിക്കൂ. സമയത്തിന് മുന്നായിട്ട് ഉച്ചക്ക് റെക്കോർഡ് ചെയ്ത് പഠിക്കരുത്. ഡെവലപ്മെന്റൽ മൈൽ സ്റ്റോൺസ് ഉച്ചക്ക് റെക്കോർഡ് ചെയ്ത് ഈവനിങ് പഠിക്കൂ. എങ്കിൽ രാത്രി വേറെ പഠിപ്പിക്കാം. എങ്കിൽ രാത്രി വേറെ ചാപ്റ്റർ പഠിപ്പിക്കാം. ആലോചിക്കുക. നാളെ രാത്രി കാത്തു നിൽക്കാതെ, രാത്രിയോളം കാത്തു നിൽക്കാതെ, ആലോചിക്കുക, രാത്രി വരെ കാത്തു നിൽക്കാതെ ഉച്ചയ്ക്ക് ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഗ്രൂപ്പിൽ വെച്ചെന്ന ഇത് മുൻപ് റെക്കോർഡ് ചെയ്തില്ല. ഇതേ ടീഷർട്ടോടി നാളെ ഉച്ചയ്ക്ക് ഞാൻ റെക്കോർഡ് പഠിക്കുമോ? അല്ലാതെ ഇത് മുൻകൂട്ടി നേരത്തെ റെക്കോർഡ് വയ്ക്കുന്നതല്ല. നാളെ ഉച്ചയ്ക്ക് റെക്കോർഡ് തന്നാൽ പഠിക്കുമോ? കാരണം കുറച്ച് മണിക്കൂറെങ്കിലും മുൻകൂട്ടി കിട്ടി പഠിക്കും. ഒരു ടോപ്പിക് കൂടി പഠിക്കാമല്ലോ, രാത്രി വേറെ പഠിക്കാമല്ലോ. ഇല്ലേ? രാത്രി വേറെ പഠിക്കാമല്ലോ. ഈവരും കിട്ടിയാൽ നന്നായിരിക്കും. ഒരു ടോപ്പിക്ക് വേറെയും പഠിക്കാമല്ലോ. ഞാൻ മാക്സിമം അങ്ങനെ ആളാണ്. പഠിക്കും മാത്രം. അല്ലെങ്കിൽ ഇതിനും രാത്രി പഠിക്കാം. ഏത് വേണം? ഉച്ചയ്ക്ക് പഠിക്കൂ. കാരണം ഞാൻ ലീവാണ്. 2 മാസം ലീവാ. ഞാൻ ലീവാ ഇനി അങ്ങോട്ട് 2 മാസം. അങ്ങോട്ട് 2 മാസം. രാത്രി പകല് ഉച്ചയ്ക്ക് രാത്രി എപ്പോഴും ഉണ്ട് കേട്ടോ. ലീവാ ഇനി അങ്ങോട്ട് 2 മാസം. എപ്പോ വേണം? ഉച്ചയ്ക്ക് അയച്ചിട്ടെ. പഠിക്കൂ എല്ലാവരും. ഉച്ചയ്ക്ക് തന്നെ പഠിക്കൂ. ഉച്ചയ്ക്ക് അയച്ചത് പഠിക്കൂ. പറയുക പഠിക്കും. രാത്രി വേറെ പഠിപ്പിക്കട്ടെ. രാത്രി ഇതിന്റെ അടുത്ത് പഠിപ്പിക്കട്ടെ. പഠിക്കും. ഓക്കെ. ഇതേ ടീഷർട്ടോടി നാളെ ഉച്ചയ്ക്ക് ഇതിന്റെ റെക്കോർഡിംഗ് അയച്ചു കേട്ടോ. സോ താങ്ക് യു സോ മച്ച്. See you tomorrow night. Recording ഉച്ചയ്ക്ക് night class. Okay. Thank you so much. See you tomorrow night. Recording പഠിക്കണേ.